വളരെ വ്യക്തമായി മുഹ്യിദ്ദീൻ ശൈഖ് പറയാണ്, ജനങ്ങളെ, ഓ സമുദായമേ, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനെയും അതുപോലെ ഖുർആനിനെയും പിൻപറ്റണേ. നിങ്ങൾ പുതുതായി നിർമ്മിക്കരുതേ, യോജിച്ച് പ്രവർത്തിച്ചോളൂ, എതിരാവരുതേ, അനുസരിച്ചോളൂ, അനുസരണക്കേട് കാണിക്കരുതേ, നിഷ്കളങ്കമായി പ്രവർത്തിച്ചോളൂ, ശിർക്ക് ചെയ്യല്ലേ. അല്ലാഹു സുബ്ഹാനഹു വ തആലയാകുന്ന ഹഖിനെ നിങ്ങൾ ഏകനാക്കിക്കോളൂ, അവന്റെ ബാബിലേക്ക് നിങ്ങൾ എത്തിക്കോളൂ. കഴിഞ്ഞില്ല, സലൂഹു, അവനോട് നിങ്ങൾ ചോദിച്ചോളൂ, വലാ തസ്അലൂ ഗൈറഹു, അവനല്ലാത്തവരോട് ചോദിക്കരുത് കേട്ടോ. ഇസ്തഈനൂ ബിഹി, അവനോട് നിങ്ങൾ സഹായം തേടിക്കോ. വലാ തസ്തഈനൂ ബിഗൈരിഹി, അവനല്ലാത്തവരോട് നിങ്ങൾ സഹായം തേടരുത്. തവക്കലൂ അലൈഹി, അവന്റെ മേൽ നിങ്ങൾ വരമേൽപ്പിച്ചോളൂ. വലാ തതവക്കലൂ അലാ ഗൈരിഹി, അവനല്ലാത്തവര് നിങ്ങൾ തവക്കുലാക്കരുത് കേട്ടോ. ഇത് ശൈഖ് അവറുകൾ പറഞ്ഞ വാചകമാ. പ്രിയപ്പെട്ട അഹ്സനി, അല്ലാഹു അല്ലാത്തവരോട് തേടിയാൽ സ്വർഗം കിട്ടുമെന്ന് പരസ്യമായി പ്രസംഗിക്കുന്ന നിങ്ങളോട് അതേ ശൈഖ് അവറുകളുടെ ഗ്രന്ഥം സാക്ഷ്യപ്പെടുത്തി ഞാൻ പറയുന്നു, ഇല്ല, അങ്ങനെ ഒരു ഹുക്ം അല്ലാഹുവിന്റെ കിതാബിലില്ല, പ്രവാചകന്റെ ചര്യയിലില്ല, നാളിന്ന് വരെയുള്ള സലഫ് സാലിഹ്കളുടെ മാർഗത്തിലില്ല. എവിടുന്നാ നിങ്ങൾ ദീൻ സ്വീകരിച്ചത്? എവിടുന്നാ നിങ്ങൾ മതം സ്വീകരിച്ചത്? അറിയാൻ താല്പര്യമുണ്ട്. നിങ്ങൾ നോക്കൂ, ഇത് മുഹ്യിദ്ദീൻ ശൈഖിന്റെ കിതാബ് എന്നാ ഞാൻ വായിച്ചത്. അദ്ദേഹം, ഞാൻ ചോദിക്കട്ടെ, ഒരു 100 പ്രാർത്ഥനകൾ സത്യവിശ്വാസികളുടെ ജീവിതത്തിലേക്ക് റസൂൽ പഠിപ്പിച്ചോ? അല്ലേ? റസൂൽ പഠിപ്പിച്ചോ? ഒരു 100 കണക്കിന് പ്രാർത്ഥനകൾ. സ്വർഗം ആവശ്യമായി വരുന്ന മേഖലകളിലൊക്കെ റസൂൽ പറഞ്ഞു, ചോദിച്ചോളൂ റബ്ബിനോട്. നിങ്ങൾ സ്വർഗം ചോദിക്കുമ്പോൾ ജന്നത്തുൽ ഫിർദൗസ് തന്നെ ചോദിച്ചോളൂ. എന്നോട് ചോദിച്ചോളൂ എന്ന് റസൂൽ പറഞ്ഞില്ല. എന്നോട് ചോദിച്ചോളൂ എന്ന് റസൂൽ പറഞ്ഞില്ല. സ്വഹാബത്തിനോട് ചോദിച്ചോളൂ എന്നും പറഞ്ഞിട്ടില്ല. മറിച്ച് എന്നെ പിൻപറ്റൂ. സുബ്ഹാനല്ലാഹ്, എത്രത്തോളം എന്നറിയുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസ അഹദുൻ, ഒരു മനുഷ്യനുമില്ല, അവന്റെ അമല് അവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നതായി ഒരുത്തനുമില്ല. സുബ്ഹാനല്ലാഹ്. സ്വഹാബത്ത് ചോദിച്ചു, വല അന്ത യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, നിങ്ങളുമില്ലേ? വല അന, ഞാനുമില്ല. ഇല്ലാ അയ്യതഗമ്മദനി അല്ലാഹു ബിമഗ്ഫിറത്തിൻ വറഹ്മ, നാഥനന്റെ അവന്റെ കാരുണ്യം കൊണ്ടും പാപമോചനം കൊണ്ടും എന്നെ വലയം ചെയ്താലല്ലാതെ എനിക്കും സ്വർഗത്തിലേക്ക് നടന്നെടുക്കാൻ കഴിയില്ല എന്ന് സമുദായത്തെ സാക്ഷ്യപ്പെടുത്തി സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ശുദ്ധമായ മാർഗത്തെ തച്ചു തകർത്തിട്ട് അല്ലാഹു അല്ലാത്തവർക്ക് എത്തിക്കാൻ റബീഅത്ത് റളിയല്ലാഹു അൻഹു ചോദിച്ചു. ഇല്ല. റബീഅത്ത് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് വിശദീകരിക്കുന്ന ഹദീസ് ഇമാം മുസ്ലിം മുഖ്തസറായി കൊടുത്തിട്ടുണ്ട്. അതേ സമയത്ത് ഇമാം ഹാഫിദുൽ മുൻദിരി തന്റെ അത്തർഗീബ് വത്തർഹീബ് എന്ന ഗ്രന്ഥത്തിൽ അത് വിശാലമായിട്ട് എടുത്തു കൊടുത്തിട്ടുണ്ട്. എന്താണ് ആ ഹദീസ്? എന്താണ് ആ സംഭവം? റസൂലുള്ളാഹിന്റെ ഖാദിമായിരുന്നു റബീഅത്ത് റളിയല്ലാഹു അൻഹു. എപ്പോഴും റസൂലുള്ളാഹിന്റെ ഖാദിമായി കൂടെ ഉണ്ടായിരുന്നു. രാത്രികാലങ്ങളിൽ അദ്ദേഹം ഉറക്കമിളച്ച് കാത്തിരിക്കും റസൂലുള്ളാഹിക്ക് ഖിദ്മത്തെടുക്കാൻ. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ വീട്ടിൽ കയറി കിടക്കുകയാണ്. റസൂലുള്ളാഹി സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് ദിക്റുകൾ ഇങ്ങനെ ധാരാളമായി ചെയ്തുകൊണ്ടിരിക്കുന്നു. റബീഅത്ത് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ ഇടയ്ക്കെപ്പോഴോ ഉറങ്ങിപ്പോയി. പിന്നെ പാദത്തിന്റെ ശബ്ദം കേട്ടിട്ടാണ് ഞാൻ എഴുന്നേൽക്കുന്നത്. റസൂലുള്ളാഹി ഇറങ്ങി വരുന്നു തന്റെ ആവശ്യം പൂർത്തിയാക്കാൻ വേണ്ടി. ഞാൻ പെട്ടെന്ന് റെഡിയായി റസൂലുള്ളാഹിക്ക് വെള്ളം എടുത്തു കൊടുത്തു. അങ്ങനെ അതാ റസൂലുള്ളാഹി വെള്ളവും കൊണ്ട് ദൂരേക്ക് പോയി. ആവശ്യം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ റസൂലുള്ളാഹി എന്നോട് ചോദിക്കുകയാണ്, പറയുകയാണ്, സല്യാ റബീഅ, ഓ റബീഅത്തെ ചോദിച്ചോളൂ, ഓ റബീഅത്തെ ചോദിച്ചോളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ ആവശ്യപ്പെടുകയാണ്. മഹാനായ റബീഅത്ത് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരല്പനേരം ചിന്തിച്ചുപോയി. അദ്ദേഹം പറയാണ്, നബിയേ നബിയേ ഫഉഅതീക്, ചോദിച്ചോളൂ തരാമെന്ന് റസൂൽ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, അൻദുർനി ഹത്താ അൻദുറാ, നബിയേ എനിക്കൊരു സാവകാശം തരണേ നബിയേ. അങ്ങനെ റസൂലുള്ളാഹി അവകാശം കൊടുത്തു, സമയം കൊടുത്തു. ആയിക്കോട്ടെ. വതഫക്കർതു വതദക്കർതു അന്ന ദുനിയാ
ഫാനിയത്തുൻ മുൻഖതിആ. തീർച്ചയായും ഐഹിക ലോകം പെട്ടെന്ന് അവസാനിക്കുന്നതാണെന്ന് എനിക്ക് ബോധ്യമായി. ഞാൻ ചിന്തിച്ചു, റസൂലുള്ളാഹിനോട് ഞാൻ പറഞ്ഞാൽ ഭൗതികമായ കുറെ കാര്യലാഭങ്ങൾ എനിക്കുണ്ടായെന്നിരിക്കാം, പക്ഷേ അത് പെട്ടെന്ന് തീർന്നു പോകുമല്ലോ. ഫഖുൽതു, ഞാൻ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അസ്അലുക, ഞാൻ അങ്ങയോട് ചോദിക്കുന്നു നബിയേ, അൻ തദ്ഉവല്ലാഹ്, അങ്ങ് അല്ലാഹുവിനോട് ദുആ ചെയ്യണം, അയ്യുൻജിയനി മിനന്നാരി വയുദ്ഖിലനിൽ ജന്ന, എന്നെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാനും റബ്ബിനോട് നിങ്ങൾ ദുആ ചെയ്യണേ നബിയേ. റബീഅത്ത് റളിയല്ലാഹു അൻഹു സ്വർഗം താ നബിയേ എന്ന് ചോദിച്ചതല്ല, സ്വർഗം കിട്ടാൻ വേണ്ടി ദുആ ചെയ്യണേ നബിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്പദൂരം മിണ്ടാതെ നിന്നു. ഫസക്കത്ത റസൂലുള്ളാഹ് അടങ്ങി മിണ്ടാതെ നിന്നു. സുമ്മ ഖാല, പിന്നെ റസൂലുള്ളാഹ് ചോദിക്കുന്നു, മൻ അമറക ബിഹാദാ, ഓ റബീഅ, നിന്നോട് ഇത് പറഞ്ഞു തന്നതാരാ, കൽപ്പിച്ചതാരാ? അദ്ദേഹം പറയുന്നു, മാമറനീ ബിഹി അഹദുൻ, എന്നോട് ആരും ഇത് കൽപ്പിച്ചിട്ടില്ല. വലാകിന്നി അലിംതു അന്ന ദുനിയാ മുൻഖതിഅത്തുൻ ഫാനിയ വഅന്ത മിനല്ലാഹി ബിൽ മകാനിൽ ലദീ അന്ത മിൻഹു ഫഅഹ്ബബ്തു അൻ തദ്ഉവല്ലാഹ ലീ. ഓ നബിയേ, ഞാൻ ആലോചിച്ചു നോക്കിയപ്പോൾ ദുനിയാവ് പെട്ടെന്ന് തീർന്നു പോകുന്നതാണ്. നിങ്ങളാവട്ടെ നാളെ റബ്ബിന്റെ അടുത്ത് ഏറ്റവും ഉത്കൃഷ്ടമായ പദവിയിലായിരിക്കുമല്ലോ നബിയേ. അതുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നു, ഇഷ്ടപ്പെടുന്നു, അൻ തദ്ഉവല്ലാഹ ലീ, നബിയെ അങ്ങ് എനിക്ക് വേണ്ടി ദുആ ചെയ്യുക എന്നതാണ്. ഉടനെ റസൂലുള്ളാഹി പറഞ്ഞു, ഫഖാല ഇന്നി ഫാഇലുൻ, ഓക്കേ, ഞാനത് ചെയ്തോളാം, നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. പക്ഷെ ഒരു കാര്യം, എനിക്ക് എന്നോട് സഹായം തേടാനുണ്ട്. അതെന്താ? ഫഅഇന്നി അലാ നഫ്സിക ബികസ്റത്തി സുജൂദ്. ഓ റബീഅ, നീ എന്നെ ഒന്ന് സഹായിക്കണം കേട്ടോ. എങ്ങനെ റസൂലുള്ളാഹിനോട് സഹായം തേടി എന്ന് പറഞ്ഞിട്ട് ഹദീസിന്റെ അവസാനം റസൂൽ തിരിച്ചു സഹായം തേടിയതാ. ഫഅഇന്നി, എന്നെ സഹായിക്കണേ റബീഅ, അലാ നഫ്സിക, നിന്റെ നഫ്സിൽ, ബികസ്റത്തി സുജൂദ്, സുജൂദുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് നീ എന്നെ അതിന് സഹായിക്കണേ. ഈ ഹദീസ് ഇമാം നബവി, ഇമാം മുസ്ലിം തന്റെ സഹീഹ് മുസ്ലിമിൽ മുഖ്തസറായിട്ട് എടുത്തു കൊടുത്തതാണ്. അതിലാണ് അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഹദീസിന്റെ പൂർണ്ണ രൂപമാണ് ഞാനിപ്പോ വായിച്ചത്. തകർന്നില്ലേ? ചോദിച്ചു എന്ന് പറഞ്ഞ കാര്യം തകർന്നില്ലേ? കഴിഞ്ഞില്ല. ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ഇമാം നബവി വിശദീകരിച്ചത് എന്താണെന്നറിയോ? ഫീഹി അൽ ഹസ്സു അലാ കസ്റത്തി സുജൂദ്. ഈ ഹദീസിൽ നിന്ന് മനസ്സിലാകുന്നത് ഇതിലൊരു പ്രേരണയുണ്ട്, കൂടുതൽ സുജൂദ് ചെയ്യാൻ, സുന്നത്ത് നിസ്കാരം വർദ്ധിപ്പിക്കാൻ. മാത്രമല്ല വത്തർദീബു ഫീഹി, അതിൽ ആഗ്രഹമുണ്ടാക്കലുമുണ്ട്. വൽ മുറാദു ബിഹി അസ്സുജൂദു ഫിസ്സലാഹ്, ഇവിടെ ഉദ്ദേശിക്കുന്നത്, ഇവിടെ സുജൂദ് കൊണ്ട് ഉദ്ദേശിക്കുന്ന നിസ്കാരത്തിലെ സുജൂദാണ്. അപ്പൊ നിസ്കാരം വർദ്ധിപ്പിക്കാനാണ്. അപ്പൊ ഒരിക്കലും എന്തല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ചോദിക്കാൻ റസൂലുള്ളാഹി പഠിപ്പിച്ചില്ല. മറിച്ച് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ ദുആ ചെയ്യാനാണ് റബീഅത്ത് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് റബീഅത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ സ്വർഗം തേടാൻ മുഹ്യിദ്ദീൻ ശൈഖിനോടും ബദരീങ്ങളോടുമൊക്കെ സ്വർഗം തേടാമെന്ന വാദം അത് ഇസ്ലാമികമല്ല, അത് സ്വഹാബത്ത് പഠിപ്പിച്ചതല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ മനസ്സിലാക്കണം. ശൈഖ് ജീലാനി പോലും അവിടുത്തെ ഗ്രന്ഥത്തിലും രേഖപ്പെടുത്തിയത് ഇങ്ങനെയാണ്. എന്നിട്ട് മൂപ്പരതിന് തെളിവ് പിന്നെ പറഞ്ഞെന്തറിയോ? പിന്നെ പറഞ്ഞെന്താ? മുഹ്യിദ്ദീൻ ശൈഖ് റഹ്മഹുല്ലാഹ് അവരോടൊക്കെ തേടാനുള്ള തെളിവുണ്ട്. എന്താ തെളിവ്? ഇപ്പൊ നേരിട്ട് പറയാനുള്ള തെളിവാ പറഞ്ഞത്. എന്നിട്ട് പറയാണ് തെളിവുണ്ട്. എന്താ തെളിവ്? കണ്ടില്ലേ നിങ്ങൾ, മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മക്കൾ യാക്കൂബ് നബിയെ കൊണ്ട് എന്ത് ഇടയാളനാക്കി പ്രാർത്ഥിച്ചു. ഇടയാളനാക്കിയിട്ടില്ലേ? അപ്പൊ നിങ്ങളെ വാദം പൊളിഞ്ഞില്ലേ? അപ്പൊ വാദം പൊളിഞ്ഞു. എന്ത്? മുഹീദ്ദീൻ ശൈഖിനോടും തേടാം, ബദരീങ്ങളോടും സ്വർഗത്തിന് തേടാം, തേടിയാൽ സ്വർഗം കിട്ടും എന്ന വാദം പൊളിയുന്നു. തെളിവ് പറഞ്ഞപ്പോൾ തെളിവെന്താ പറഞ്ഞത്? യാക്കൂബ് നബിയുടെ മക്കൾ യാക്കൂബ് നബിയെ കൊണ്ട് ഇടയാളനാക്കി.
അപ്പൊ തവസ്സുലിലേക്ക് ചാടി, ഇസ്തിഗാസയിൽ നിന്ന് തവസ്സുലിലേക്ക് ചാടി. കേട്ടോ, 12-ാം അധ്യായം സൂറത്ത് യൂസുഫ് അതിന്റെ 97, 98 ആയത്തുകളിൽ അതുള്ളത്. യാക്കൂബ് നബിയുടെ മക്കൾ പറഞ്ഞു, യാ അബാനസ്തഗ്ഫിർ ലനാ ദുനൂബനാ, ഓ ഞങ്ങളുടെ പിതാവേ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ പാപം പുറത്തു കിട്ടാൻ അള്ളാഹുവിനോട് ഞങ്ങളുടെ പാപമോചനത്തിന് തേടണേ. ഇന്നാ കുന്നാ ഖാതീൻ, ഞങ്ങൾ തെറ്റ് ചെയ്തു പോയിട്ടുണ്ട് കേട്ടോ. യാക്കൂബ് നബി പറയും, സൗഫ അസ്തഗ്ഫിറു ലക്കും റബ്ബീ, പിന്നെ ഞാൻ എന്റെ റബ്ബിനോട് നിങ്ങൾക്ക് വേണ്ടി പാപമോചനത്തിന് തേടും കേട്ടോ. മഹാനായ യാക്കൂബ് നബി പറയാൻ ഇതിന്റെ അർത്ഥം എന്താ? ഇപ്പൊ നമ്മൾ പറയലുണ്ട് സാധാരണ, സഹോദര നിങ്ങൾ ദ്വാരക്കണം എനിക്ക് വേണ്ടി എന്നെന്ത് ചെയ്യണം, പറയണം എന്ന ആ വിഷയത്തിന് പ്രാർത്ഥിക്കുക, പരസ്പരം ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുക എന്ന അനുവദിക്കപ്പെട്ട തവസ്സുലിനെ എടുത്തിട്ട് മഹാന്മാരോട് സ്വർഗം തേടാമെന്നും മറ്റു പലതും തേടാമെന്നും തെളിവുദ്ധരിക്കുന്ന അഹ്സനി, നിങ്ങൾ കിതാബുപരമായി ഗ്രന്ഥപരമായി എന്ത് വിവരമാണ് നിങ്ങൾക്കുള്ളത്, എന്താണ് നിങ്ങൾ പഠിച്ചത് എന്ന് ചോദിച്ചു പോകുകയാണ് ഞങ്ങൾ. മനസ്സിലായോ? ഇതാണ് തെളിവുദ്ധരിച്ച് പറഞ്ഞിട്ടുള്ളത്. ഇത് നിങ്ങൾ കേട്ടോ. മാത്രമല്ല ഇവര് പറയുന്നത് ഇസ്തിഗാസയുമായി ബന്ധപ്പെട്ടിട്ടാണല്ലോ. അതൊരു നിർബന്ധ കാര്യം പോലെയാ. അത് ചെയ്യാത്തവൻ സുന്നിയല്ല എന്നല്ലേ പറഞ്ഞത്? മഹാന്മാരോട് തേടാത്തവൻ സുന്നിയല്ല, അവൻ മുബ്തദിയാണെന്നല്ലേ. എന്നാൽ ഇസ്തിഗാസ എന്ന് പറയുന്നത് എന്താണ്? അതാ സമസ്തയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പണ്ഡിതൻ തന്നെ അദ്ദേഹത്തോടുള്ള ചോദ്യത്തിന് മറുപടി നിങ്ങൾ പലപ്പോഴും കേട്ടതാണ്. പക്ഷേ വിഷയവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടതെന്ന് സൂചിപ്പിക്കുകയാണ്. കണ്ടോളൂ. ചോദ്യം: ഇസ്തിഗാസയുടെ ശർഈയായ ഹുക്മ് എന്താണ്? ഇതിന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ വല്ല പ്രതിഫലവും ഉണ്ടോ എന്നാണ്. ഇസ്തിഗാസയെ കുറിച്ച് ലോക മുസ്ലിം ജനസമൂഹം ഇത്രയും കാലം അംഗീകരിച്ചു വരുന്ന നിലപാടും സമസ്ത കേരള ജമിയത്തുള്ള വിശദീകരണവും ഇസ്തിഗാസ ശറയിൽ അനുവദിക്കപ്പെട്ട കാര്യമാണ്. തവസ്സുൽ സുന്നത്താക്കപ്പെട്ട കാര്യമാണ്. സുന്നത്താക്കപ്പെട്ട കാര്യമാണ്. ഇസ്തിഗാസ ഇസ്ലാമിൽ സുസമ്മതമായി സ്ഥിരീകരിക്കപ്പെട്ട കാര്യമാണ്. ശറിയ ഹുക്കുമാണ് അനുവദിക്കപ്പെട്ടതാണെന്നുള്ളത്. അപ്പോൾ തഹീറിനെ തേടിയാൽ, ഖിതാബ് തഹീറിനെ തേടിക്കഴിഞ്ഞാലാണ് ഇബാഹത്ത് വരുന്നത്. അപ്പൊ തഹീറിനെ തേടുമ്പോൾ തഹീർ എന്ന് പറഞ്ഞാൽ ഇഷ്ടം പ്രവർത്തിക്കല്ല. ഇത് ചെയ്താലും കുഴപ്പമില്ല, ചെയ്തില്ലേലും കുഴപ്പമില്ല. അപ്പൊ ചെയ്താലും കുഴപ്പമില്ല, ചെയ്തില്ലേലും കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ പിന്നെ എന്താ അപ്പൊ വരുന്ന അതിന്റെ അഭിപ്രായം എന്താണ്? അപ്പൊ പ്രതിഫലം ഉണ്ടോ? അപ്പൊ അദ്ദേഹം പറയുന്നത് അനുവദനീയം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഹലാലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ തഹീറാണ്. ചെയ്യണമെങ്കിൽ ചെയ്യാം, ചെയ്യണ്ടെങ്കിൽ ചെയ്യാം. അങ്ങനെ തന്നെയാണ് അതിന്റെ വിധി, ഒരു സംശയമല്ല. പിന്നെ ചോദിക്കാവുന്ന അടുത്ത ചോദ്യം വല്ലതുണ്ടെങ്കിൽ ചോദിക്കണം. പ്രതിഫലം ഒരു കാര്യം ഹലാലായ കാര്യത്തിന് സതുദ്ദേശപരമായി ചെയ്യുകയാണെങ്കിൽ പുണ്യം കിട്ടുമെന്നല്ലാതെ ഹലാൽ എന്ന നിലയിൽ അനുവദിക്കപ്പെട്ടത് എന്ന നിലയിൽ പുണ്യം കിട്ടൂല. പുണ്യം കിട്ടൂല എന്നാ പറഞ്ഞത്. അതെ, അവിടെയാണ് സംശയം, അവിടേക്ക് വരണം. അപ്പോ ഈ ഇസ്തിഗാസ എന്ന് പറഞ്ഞ കാര്യം ശറയിൽ അനുവദിക്കപ്പെട്ട കാര്യമാണ്. ചെയ്താൽ പ്രത്യേകിച്ച് പുണ്യമില്ല, ചെയ്തില്ലെങ്കിൽ പ്രത്യേക ദോഷമില്ല. അപ്പൊ ഒരു വെറും പ്രവർത്തനല്ലേ എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. വെറും പ്രവർത്തനമല്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നാം വിഷയാവതരണത്തിൽ പ്രത്യേകം പറഞ്ഞത് ഇസ്തിഗാസ ശറയിൽ അനുവദിക്കപ്പെട്ടതും വളരെ ഫലപ്രദവുമായ ഒരു കാര്യമാണ്. ശറയിൽ അനുവദിക്കപ്പെട്ട കുറെ കാര്യങ്ങൾ ചെയ്താൽ ദോഷമല്ല ഗുണമല്ല എന്ന് വരില്ല. അനുവദിക്കപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ചെയ്താൽ വളരെയേറെ നമ്മുടെ ജീവിതത്തിൽ ഫലപ്രദമായിരിക്കും. ഉദാഹരണം, ഏറ്റവും നല്ല ഒരു ബെൻസ് കാറിൽ നമുക്ക് യാത്ര ചെയ്യൽ ഇസ്ലാമിന്റെ വിധി എന്താണ്? അനുവദനീയാണ്. ആ സമയം ലോക്കൽ KSRTC ബസ്സിൽ യാത്ര ചെയ്യലോ അതും അനുവദനീയാണ്. എന്നാൽ ഒന്ന് വളരെയേറെ ഫലപ്രദമാണ്, ഒന്ന് ആപേക്ഷികമായി വളരെ ഫലം കുറഞ്ഞതാണ്. കേട്ടോ? അപ്പൊ ഇതാണ് വിഷയം. ഈ കാര്യത്തിനാണ് കേരളക്കരയിൽ മുജാഹിദുകളെ ഇത്രയും കാലം ഇവർ മുബത്തദികളാണെന്ന് പറഞ്ഞ് തള്ളിക്കൊണ്ടിരുന്നത്. എന്തിനാ? ഒരു ബെൻസ് കാറിൽ പോണ സാധനം. അവരാ പറഞ്ഞത് ഗൗരവമുള്ള വർത്താനട്ടോ. എന്താ ഗൗരവം? അള്ളാഹുവിനെയാണ് അവർ KSRTC ബസ്സാക്കിയത്. മഹാന്മാരെ ബെൻസ് കാറിനോടും ഉപമിച്ചിരിക്കുകയാണ്. നേരത്തെ നിങ്ങൾ കേട്ടതുപോലെ വല്ലാത്ത ഗൗരവമുള്ള വർത്തമാനമാണ്. മുസ്ലിം സമുദായമേ, നെഞ്ചകത്ത് ഈമാനിന്റെ തുടിപ്പ് ശേഷിക്കുന്നെങ്കിൽ ആലോചിച്ചു നോക്കണം ഈ വാചകം.
കേവലം അനുവദനീയമായ ഒരു വിഷയത്തിനാണ് അള്ളാഹുവിനെ കൊച്ചാക്കിയിട്ട് മഹാന്മാരെ വലിയ ആളുകളാക്കി ചിത്രീകരിക്കുന്ന വർത്തമാനം കണ്ടോ നിങ്ങള്? ഇതാണ് ഇസ്തിഗാസയുടെ ആകത്തുക. ഷർട്ട് ഇസ്തിരി ഇടുന്ന ഹുക്മ്. എന്ത്? ഒരു മനുഷ്യൻ ഷർട്ട് ഇസ്തിരി ഇടൽ എന്താ? അനുവദനീയം, ജാസ, അനുവദനീയാണ്. അതുപോലെ ഇസ്തിഗാസ. അത് വേണ്ടാന്ന് ഒരാൾ പറഞ്ഞാൽ ഒരു കുറ്റവുമില്ല, ഒരു കുറ്റവുമില്ല. എന്നാൽ നാളിന്നുവരെ മുജാഹിദ് പ്രസ്ഥാനത്തെ ചീത്ത വിളിക്കാനും മുജാഹിദ് പ്രസ്ഥാനത്തെ ആക്ഷേപിക്കാനും റസൂലുള്ള കൊണ്ടുവന്ന ആശയത്തിൽ നിന്ന് തെറ്റിപ്പോയവരാണെന്ന് പറയാനും വേണ്ടി ഉപമിച്ച വിഷയങ്ങൾ മുഴുവനും ഇസ്തിഗാസയുമായി ബന്ധപ്പെട്ടതായിരുന്നല്ലോ. മനസ്സിലായോ? അപ്പോ ഇതാണ് ഇവരുടെ മൊത്തത്തിലവസ്ഥ. ഇനിയേ ഹസൻ ഇവിടെ പറഞ്ഞു സ്വർഗം കിട്ടാൻ ബദരീങ്ങളോട് മുഹീദ്ദീൻ ശൈഖിനോടും തേടിയാൽ മതി, സ്വർഗം ഉറപ്പാണെന്ന്. വേറൊരാൾ പറയുന്നു അത്രയൊന്നും പോണ്ട, അങ്ങോട്ടൊന്നും പോണ്ട, വളരെ ലളിതമായൊരു സംഗതി പറഞ്ഞുതരാം, കേട്ടോളൂ. നമുക്ക് സ്വർഗം ഉറപ്പാവാൻ നമ്മുടെ കൂടെ ജീവിച്ച് നരകത്തെക്കുറിച്ച് ആലോചിച്ച് 2 മാസക്കാലം ഉറങ്ങാതെ കടന്ന ഒരു പണ്ഡിതനെ ഞാൻ പറഞ്ഞല്ലോ, ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ. ഇഷ്ക് എന്താണെന്ന് കേരളത്തിന് ഈ അടുത്ത കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ബോധ്യപ്പെടുത്തുന്ന പുന്നാര നബി തങ്ങളെ പലപ്പോഴും നേരിട്ട് കണ്ട് സംസാരിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകിയ ബഹുമാനപ്പെട്ട ഷെയ്ഖുന കുണ്ടൂർ ഉസ്താദിന്റെ പേരിൽ എല്ലാ ദിവസവും ഒരു ഫാത്തിഹ ഓതാൻ തീരുമാനിക്കല്ലേ നമ്മൾ? സ്വർഗം ഉറപ്പാകാൻ ബുദ്ധിമുട്ടാവോ? അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ബുദ്ധിമുട്ടാവും. എന്താ കാര്യം? ആ ഫാത്തിഹ ഓതുന്ന ഏർപ്പാട് റസൂലുള്ള പഠിപ്പിച്ചതല്ലാത്തത് കൊണ്ട് തന്നെ. മാത്രമല്ല, ബഹുമാനപ്പെട്ട എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട നാട്ടുകാരോടും സാധാരണക്കാരോടും ഞാൻ പറയാണ്, ഈ പറഞ്ഞ ആളുണ്ട് റസൂലുള്ളാഹിനെ ഡയറക്ട്ലി എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ആള്, കുണ്ടൂർ അബ്ദുൽ ഖാദർ മുസ്ലിയാർ. മൂപ്പരാരാണെന്ന് ഈക്കേക്കാര് പറയും, ഔദ്യോഗിക സമസ്തക്കാര്. ആ വലിയന്റെ വിഷയം ഇങ്ങോട്ട് പറയണ്ടാന്ന ഓല് പറയാറുള്ളത്. കുണ്ടൂർ പോയ എല്ലാവർക്കും അറിയാലോ, കുണ്ടൂർ പോയാൽ അന്ന് നാട്ടുകാർ പറയട്ടെ ഇയാൾ ആരാണ്, ആ കുണ്ടൂർക്കാര് പറയട്ടെ. എന്നിട്ട് അങ്ങനത്തെ ഒരാളെ മക്ബറ കെട്ടിപ്പൊക്കിയിട്ട് എല്ലാവരും സിയാറത്തിന് വിലായത്ത് കറാമത്ത്, ഇത്ര വോട്ടിന് തോൽക്കുന്ന സ്വപ്നം കണ്ടിട്ടുണ്ട്, ഇത്ര വോട്ടിന് ജയിക്കുന്ന സ്വപ്നം കണ്ടിട്ടുണ്ട്. ഈ ജാതി ഒക്കെ സ്വപ്നത്തിലൂടെ ഇറങ്ങി വരിക അല്ലേ, പറഞ്ഞിട്ടില്ലേ? അതേ സമയത്ത് കുണ്ടൂർ എന്ന് പറയുന്ന അവിടെ അവരൊക്കെ ആദരിക്കുന്ന ഒരാള് നിങ്ങൾ ആദരിച്ചോ കുഴപ്പമില്ല, നിങ്ങളിപ്പോ എന്തിനൊക്കെ ആദരിക്കുന്നത്, ഞങ്ങളത് വേണ്ടെന്ന് പറയാൻ പറ്റില്ല. അതേ സമയത്ത് കുണ്ടൂരിലെ ഒരാളെ ഇവർ ആദരിക്കുന്നുണ്ട്. അയാളെ കുറിച്ച് എനിക്കറിയാം, ശംസുൽ ഉലമയെ എതിർത്ത ആളാണ്. ഒരു കാര്യം ഉറപ്പിച്ചു പറയട്ടെ, ശൈഖുന ശംസുൽ ഉലമാഇ റഹിമഹുല്ലാഹ് അവരെ എതിർത്ത ഒരാൾക്ക് അള്ളാഹു വിലായത്ത് കൊടുക്കൂല, അത് ഉറപ്പാ. അതെങ്ങനെ കിട്ടാനാ? അത് പിന്നെ വേണമെങ്കിൽ ഇന്ത്യയിലെ പാർലമെന്റിൽ നിന്നോ കേരളത്തിന്റെ നിയമസഭയിൽ നിന്നോ കിട്ടുന്ന വിലായത്താണെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല, അങ്ങനെ കിട്ടിയതാണെങ്കിൽ കുഴപ്പമില്ല. എന്നിട്ട് കുട്ടികളെ മുഴുവനും അടിച്ച് തൊളിച്ച് സിയാറത്തിനായിട്ട് മമ്പുറത്തേക്ക് കൊണ്ടുപോയെങ്കിലും അങ്ങോട്ട് കൊണ്ടുപോകാണ്. അവിടെ ചെന്ന് ഇയാൾക്കൊന്ന് പുറത്തു കൊടുക്കണേ ദ്വാരക്കാണെങ്കിലോ അവിടെ കാര്യമുണ്ടെന്ന് നോക്കാം. അവിടെ ചെന്ന് ഇയാൾക്കൊന്ന് പുറത്തു കൊടുക്കണേ ദ്വാരക്കാണെങ്കിലോ അവിടെ കാര്യമുണ്ടെന്ന് നോക്കാം. അതല്ലല്ലോ ചെയ്യുന്നത്. എന്നിട്ട് ഇങ്ങനെ കുറെ ആളുകളെ പറഞ്ഞ് പർവ്വതീകരിച്ചിട്ട് കുണ്ടൂരിലെ മനുഷ്യന്മാർ ചോദിക്കാണ്, ഈ ഖബറിനുള്ളിൽ കിടക്കുന്ന ഔലിയാക്കന്മാരൊക്കെ ഈ ജാതി ആൾക്കാരാ എന്ന് ചോദിക്കാൻ തുടങ്ങി. അവിടെയാ പ്രശ്നം. മനസ്സിലായോ? നിങ്ങൾ നോക്ക്, സ്വർഗം കിട്ടാൻ എന്തൊക്കെ ഷോർട്ട് കട്ടുകളാ, എന്തൊക്കെ ഷോർട്ട് കട്ടുകളാ ആളുകൾ വെട്ടിത്തളിക്കുന്നത്. ഞാൻ ആലോചിച്ച് നോക്കാണ്, തലയ്ക്കകത്ത് ആൾ താമസമില്ലേ ഇവർക്ക്? എന്താണ് പറയുന്നത്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗം കിട്ടണോ, അതിന് വല്ലാത്ത പ്രയാസമുണ്ട് കേട്ടോ. അത് ചുളുവിൽ കിട്ടുന്ന കാര്യമല്ല. റസൂലുള്ള പറയുകയാണ്, അതേ ഹുജിബത്തിൻ നാറു ബിശ്ശഹവാത്ത് വഹുജിബത്തിൽ ജന്നതു ബിൽ മകാരിഹ്. നരകം ഇച്ഛകൾ കൊണ്ട് വലയം ചെയ്യപ്പെട്ടിരിക്കുന്നു, തടയിടപ്പെട്ടിരിക്കുന്നു. സ്വർഗമാവട്ടെ പ്രയാസകരങ്ങളായ കാര്യങ്ങൾ കൊണ്ടാണ് തടയിടപ്പെട്ടിട്ടുള്ളത് കേട്ടോ. സ്വർഗത്തിൽ പോണോ, പ്രയാസം സഹിക്കാതെ പോകാൻ കഴിയില്ല. ഇത് റസൂലുള്ള പഠിപ്പിച്ചത്. റസൂലുള്ള പഠിപ്പിച്ച മതത്തിന് കേരളത്തിൽ എന്ത് സ്ഥാനം? റസൂലുള്ള പഠിപ്പിച്ച ഇസ്ലാമിന് കേരളത്തിൽ എന്ത് സ്ഥാനം?
ഇവിടെ അതാ ആളുകൾ പറയുന്നു ശൈഖിനോട് തേടിക്കോളൂ സ്വർഗ്ഗം ഉറപ്പ്. വേറൊരാൾ പറയുന്നു ബഗ്ദാദിലേക്കും പോകണ്ട, മദീനയിലെ ബദറിലേക്കും പോകണ്ട, കോഴിക്കോടത്തേക്ക് പോയാൽ മതി. അതേതാ കൊണ്ടൂർ ഉസ്താദിന്റെ പേര് എല്ലാ ദിവസവും കിടക്കാൻ നേരത്തെ ഒരു ഫാത്തിഹ ഓതിക്കോളിന്ന്. അവിടെയും റസൂലുള്ളാഹിന്റെ സുന്നത്ത് വെട്ടിമുറിച്ചു. കിടക്കാൻ നേരത്ത് റസൂലുള്ള പഠിപ്പിച്ച കുറെ പ്രാർത്ഥനകളുണ്ട്. ആ പ്രാർത്ഥനകളെ മുഴുവനും തച്ചു തകർക്കാനുള്ള പിശാചിന്റെ ഗൂഢതന്ത്രമാണത്. കരുതിയിരിക്കണം സത്യവിശ്വാസികളെ, കരുതിയിരിക്കണം സത്യവിശ്വാസികളെ. ആലോചിക്കണം നിങ്ങൾ. വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. വേറൊരാൾക്ക് പറയാനുള്ളത് ബദർ യുദ്ധം ഉണ്ടായി തന്നെ ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അത് കേട്ടോളൂ. പറഞ്ഞു സാഹിബിമാരൊക്കെ ഷഹീദ് എന്നല്ലേ നമ്മൾ പറയുന്നത് അല്ലേ? ആണ്. അപ്പൊ അള്ള പറഞ്ഞേക്കണം കുറെ ഷഹീദന്മാരുണ്ടായാലല്ലേ സുന്നിയക്ക് ബദർ മൗലൂദൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ. അതിനാണ്. അല്ലാക്ക ഇവിടെ ദീന് വിജയിപ്പിക്കാൻ അള്ളാഹുവിനെ അബൂജാഹിലിനെ കൊല്ലക്കേണ്ട യുദ്ധത്തിന്റെ ഒക്കെ ആവശ്യമുണ്ടോ? ടിന്നാണ് ജിബ്രീലിന്റെ ഒരു ചിറക് ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ടോ അബൂജാഹിലിനെ കൊല്ല? പിന്നെ അവിടെ ബദർ യുദ്ധം നിർത്തി എന്തിന്? ഈ ദീന് പ്രയോഗിക്കാൻ അള്ളാഹുവിന് ഒന്നുമില്ലാതെ തന്നെ കഴിയൂലേ? പിന്നെ കുറെ ആളുകളെ ഷഹീദാക്കിയെന്തേ? അത് ദുനിയക്ക് ബദർ മൗലൂദ് കഴിക്കണം, ഇവിടെ പ്രസ്ഥാനങ്ങൾ ഉണ്ടാകണം, കുറെ ആളുകൾക്ക് കൂലി കിട്ടണം, ഷഹീദാകണം. അതിന് തന്നെയാണ് അതൊക്കെ. അതെ അബൂജാഹിലിനെ കൊല്ല നിൽക്കേണ്ട സാഹബത്തിന് എങ്ങനെ ഇറങ്ങാറാക്കേണ്ട എന്താ ആവശ്യമുള്ളേ? പറച്ചോടിപ്പോ എന്തായാലും കഴിയുന്നില്ല. ഇപ്പൊ നമുക്ക് രണ്ടുകൂട്ടർക്കും തർക്കമില്ലാത്ത വിഷയം തന്നെയാണത്. പക്ഷെ ഇതിൽ തർക്കമുണ്ട്. അതില് ബദർ യുദ്ധം ഉണ്ടായത് പോലും ഞങ്ങൾക്ക് ബദർ പോലും ഉണ്ടാക്കാനും തിന്നാനും പ്രസ്ഥാനം ഉണ്ടാക്കാനുമാണെന്ന് പറയുന്ന ഈ സ്വഭാവം അതെന്തായാലും ലോകത്തൊരാളും അംഗീകരിച്ചു തരാത്ത വിഷയമാണ്. എന്താ മോനെ ബദർ യുദ്ധം? സുബ്ഹാനല്ലാഹ്. അക്കഥ അറിഞ്ഞാൽ ഒരു സത്യവിശ്വാസിയുടെ ഹൃദയത്തിൽ രോമാഞ്ചമണിയൂക്കുന്ന, ശരീരത്തിന് അതാ വിറയൽ അനുഭവപ്പെടുന്ന, ഈമാൻ വർദ്ധിക്കുന്ന ചരിത്ര സംഭവമാണ് ബദർ യുദ്ധം. അത് കേവലം പുട്ടടിക്കാനുള്ള ഏർപ്പാടാക്കി തീർക്കുന്ന സ്വഭാവം അത് പിൽക്കാലത്ത് കടന്നു വന്ന നൂതനവാദമാണ് കേട്ടോ. അതെ, ഒന്നുമില്ലാതെ 17 ദിവസം പട്ടിണി കിടന്നുകൊണ്ട് അള്ളാഹുവിന്റെ മതത്തിന്റെ കൽപ്പനകൾ അംഗീകരിച്ച സ്വഹാബത്ത് നോമ്പെടുക്കാനും നോമ്പ് തുറക്കാനും കാരക്കീറും പച്ചവെള്ളവും കുടിച്ചുകൊണ്ട് നോമ്പെടുക്കുകയും നോമ്പ് തുറക്കുകയും ചെയ്ത് ക്ഷീണിച്ച മഹാന്മാരായ സഹാബത്ത് അതേ ആയുധങ്ങളില്ലാതെ അദദുറുഉണ്ടൊമ്പത് ഒരു ഖൗലില്ലാറുണ്ടും അതിൽ വീക്കും ദാത്തുൽ ഫൂലുൽ അതിനബി പൂണ്ടേ അവരിലെ അടവസുയൂഫേട്ടുണ്ട് മോയിൻകുട്ടി വൈദ്യരതാ ചരിത്രം പഠിപ്പിച്ചു തരികയാണ്. വാളുകളും കുന്തങ്ങളും കുറവാണ്, ക്ഷീണിച്ച ശരീരമാണ്, നടക്കുന്നവരാണ് ഭൂരിപക്ഷം ആളുകളും, ഒട്ടകമില്ല, കുതിരകൾ കുറവാണ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും ഊഴത്തിന് നടന്നിട്ടല്ലേ യുദ്ധത്തിലേക്ക് വന്നത്. ആ യുദ്ധത്തിൽ സ്വഹാബത്ത് തന്റെ എല്ലാ ആഗ്രഹങ്ങളും മാറ്റിവെച്ച് റബ്ബിന്റെ ദീനിന് വേണ്ടി സ്വന്തം ശരീരത്തെ ട്രാവൽ ഗണിച്ചുകൊണ്ട് രംഗത്തിറങ്ങിയില്ലേ? അതാ എന്റെ പ്രിയപ്പെട്ടവരെ, യുദ്ധത്തിന്റെ തുടക്കത്തിൽ കരളലിയിക്കുന്ന ഒരു സംഭവം സംഭവിക്കുന്നു. മഹാനായ ഉബൈദത്ത് റളിയല്ലാഹു അൻഹുവിന്റെ തുടക്ക് വെട്ടുകൊള്ളുന്നു. തൂങ്ങിക്കിടക്കുന്ന തുടയുടെ കാലിന്റെ ഭാഗവുമായി രക്തമൊലിക്കുന്ന ബഹുമാനപ്പെട്ട സ്വഹാബി മഹാനായ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെയും അലി റളിയല്ലാഹു അൻഹുവിന്റെയും തോളിൽ കൈയിട്ടുകൊണ്ട് അതാ കടന്നു വരികയാണ്. അതേ ഉബൈദത്ത് റളിയല്ലാഹു അൻഹുവിനെ കൊണ്ടുവരുമ്പോൾ ആ കാലിൽ നിന്ന് രക്തം വാർന്നൊഴുകയാണ്. സുഗന്ധേ ഉബൈദത്തെ എടുത്തത് അമ്മ ചൊരിണ്ട് വരും വാഴി കൊഴുകൈതമ്മ മികവുറ്റവറിയാസിൻ ഹബീബുള്ളാന്റെ നേശത്തിരുമുമ്പിൽ കിടത്തിക്കൊണ്ടേ ഉഗന്ധേ നജിയുള്ള തവർ ചൊല്ലവേ ഉടയോൻ പുകഴ്ന്നിട്ട റസൂലുള്ളാഹേ വെഞ്ചക്കളം വിട്ട് പിരിന്തോ ഞാനേ ഒളിവേ ഷഹീദാമോ അനാ പൊന്മോനെ
പിന്നാലതാ മുറിച്ചുകൊണ്ട് കടന്നു വരുന്ന ഉബൈദത്ത് റളിയല്ലാഹു അൻഹു രക്തം വാർന്നൊഴുകുന്ന കാലുമായി റസൂലുള്ളാഹിന്റെ ഹളറത്തിൽ കൊണ്ടുവന്ന് കിടത്തുമ്പോൾ വേദന കടിച്ചമർത്തിക്കൊണ്ട് മഹാനവറുകൾക്ക് ചോദിക്കാൻ ഒരു ചോദ്യം മാത്രമേ ഉള്ളൂ. ഓ നബിയേ, ഷഹീദാകണമെന്ന ആഗ്രഹം എന്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ ഇതാ ശത്രുവിന്റെ വെട്ടുകൊണ്ട് ഞാൻ അടർക്കളത്തിൽ നിന്ന് മാറി വന്നിരിക്കുന്നു. ഇനി ഞാൻ ഷഹീദായാൽ ഇനി ഞാൻ മരണപ്പെട്ടാൽ എനിക്ക് ഷഹീദിന്റെ കൂലി കിട്ടുമോ നബിയേ? പൊൻചുംബക പൂച്ചുണ്ടനക്കിയുമ്മീ പോറ്റി ഹുസ്നാലു ജബ്നാമ്മി ചെഞ്ചൽ പലലുറ്റ ഷഹീദാകും നീ ചരിത്ത് ഉബൈദത്തോ ശിഅറുണ്ടുല്ലീ. റസൂലുള്ളാന്റെ പൊൻചന്താമര പൂച്ചുണ്ടുകൾ അനക്കിക്കൊണ്ട് വിശാലത്തിന്റെ വദനത്തിലൂടെ റസൂലുള്ള പറയുന്നു, ഉബൈദാ ഭയപ്പെടേണ്ടതില്ല, നിങ്ങൾ മരിച്ചാൽ ഷഹീദിന്റെ കൂലിയുണ്ട് കേട്ടോ. ആ സന്തോഷം കൊണ്ട് കരഞ്ഞുപോയ അദ്ദേഹം പറയുന്നു, വഇയഖ്തഉ റിജ്ലി ഫഇന്നി മുസ്ലിമുൻ അർജൂ ബിഹി ഐശൻ മിനല്ലാഹി ആലിയാ ഫഅൽബസനി الرحمن من فضل منه لباسا من الإسلام غطى المساويا. എന്റെ കാല് മുറിക്കപ്പെട്ടാലും എനിക്ക് കുഴപ്പമില്ല, ഞാനൊരു മുസ്ലിമാണല്ലോ, റബ്ബ് ഇസ്ലാമാകുന്ന വസ്ത്രം എന്നെ ധരിപ്പിച്ചിട്ടുണ്ടല്ലോ എന്ന് സന്തോഷത്തോടെ ഉരുവിട്ട മഹാന്മാരായ സ്വഹാബത്ത് കിറാം അവരുടെ ജീവത്യാഗം നടത്തിക്കൊണ്ട് ജീവാർപ്പണം ചെയ്ത് പുലർച്ചെ ശക്തിപ്പെടുത്തിയ ഈ മതത്തിന്റെ ആശയം, അതിന്റെ പേരിൽ പിൽക്കാലത്ത് അത് സംഭവിച്ചതുപോലും ഞങ്ങൾക്ക് മൗലിദുണ്ടാക്കാനാണെന്ന് ഉളുപ്പില്ലാതെ പറയുന്ന പണ്ഡിത സമൂഹമേ, ഈ സമുദായത്തിലെ മക്കളെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, നെഞ്ചകത്ത് ഈമാനുണ്ടോ? അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിച്ച വിഷയം, റസൂലുള്ള കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി പറഞ്ഞ വിഷയം, അതിനെപ്പോലും താറടിച്ചു കാണിക്കുന്ന സ്വഭാവം. ഇതൊന്നും പറഞ്ഞിട്ട് അതൊന്നും ചോദ്യം ചെയ്യാൻ സമുദായത്തിന് കഴിയണില്ല. അത് മുജാഹിദുകൾ ചോദിച്ചു പോയാൽ വമ്പൻ അപരാധമായി, വലിയ തെറ്റായിപ്പോയി. നോക്കൂ, നിങ്ങൾ ഇത്തരം ആളുകൾ പറഞ്ഞു വരുന്ന വിഷയം ഇങ്ങനെയൊക്കെയാണ് എന്ന് നിങ്ങൾ നോക്കൂ. പ്രിയപ്പെട്ടവരെ, ഇസ്തിഗാസക്ക് മുജാഹിദ് പ്രസ്ഥാനത്തിലെ ആളുകൾ പ്രവർത്തിക്കുന്ന വിഷയത്തിന് തെളിവ് ധരിക്കാൻ വേണ്ടിയിട്ട് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ അവർ ഒരു ചെറിയ കൈക്രിയ നടത്തി. എന്താ, മുജാഹിദുകൾ എങ്ങനെയാണ് അത്തഹിയാത്തിൽ അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന് പറയാ? അങ്ങനെ തന്നെ പറയാ, പേടിക്കണ്ടല്ലോ, അപ്പോൾ ഒന്നും തെറ്റൂല. അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന് തന്നെ പറയാ. അല്ലാഹു അല്ലാത്തവരോട് തേടാൻ പാടില്ല എന്ന് പറയുന്ന മുജാഹിദുകൾക്ക് എങ്ങനെ അസ്സലാമു അലൈക്കും അയ്യുഹൻ നബി എന്ന് പറയാൻ കഴിയും? അതിൽ അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ചു പ്രാർത്ഥിക്കലില്ലേ? ഇല്ല എന്നാണ് എന്റെ ഒറ്റ വാക്കിൽ ഉത്തരം. മാത്രമല്ല അത് റസൂലുള്ളാഹിനോട് സഹായം തേടലാണെന്ന് സങ്കൽപ്പിക്കൂ എങ്കിൽ ഞാൻ പറയുന്നു, 51ാമത്തെ വയസ്സിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇസ്റാഉം മിഅ്റാജും ഉണ്ടായി കഴിഞ്ഞു. ആ സമയത്താണല്ലോ നിസ്കാരം നിർബന്ധമാക്കിയത്. അതിനുശേഷം മദീനയിലേക്ക് പോയിട്ട് അതാ 1-2 വർഷത്തിന്റെ കാലയളവിലാണ് നിസ്കാരത്തിന്റെ ഹുക്കുമുകളൊക്കെ ഇറങ്ങിത്തീരുന്നത്. ഞാൻ ചോദിക്കട്ടെ, അതിനുശേഷം 53 കൂട്ടിക്കോളൂ, 10 വർഷത്തോളം റസൂലുള്ള നിസ്കാരത്തിൽ സ്വന്തത്തോട് തന്നെ വിളിച്ചു തേടി എന്ന് പറയേണ്ടി വരും. എന്റെ കാര്യം അസ്സലാമു അലൈക അയ്യുഹൻ നബി എന്നാ നബി അത്തഹിയ്യാത്തിൽ ചൊല്ലണത്. അതിന്റെ അർത്ഥം എന്താ? ഓ നബിയായിട്ടുള്ളവരെ എന്നെ സഹായിക്കണേ എന്ന് നബിയോട് എന്നെ തേടിയില്ല. എന്തിനാണ് ഇങ്ങനത്തെ ഒരു വർത്തമാനങ്ങൾ പറയുന്നത്? എനിക്ക് മനസ്സിലാവണില്ല. അല്ലേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മനസ്സിലായോ ഞാൻ പറഞ്ഞു വരുന്നത്? അതിൽ യാതൊരു ഇസ്തിഗാസയില്ല. എന്നിട്ടും ഇതൊക്കെ അവർക്ക് അറിയാം. എന്നിട്ടും എന്ത് ചെയ്യാ?
എന്നിട്ടും അതിനെ തെളിവുദ്ധരിക്കാൻ വേണ്ടിയിട്ടാണ് പറയാം. പിന്നെ മൂപ്പര് പറഞ്ഞ വിഷയം എന്തായിരുന്നു? അള്ളാഹുവിന് പ്രാർത്ഥിക്കുക എന്ന് മുജാഹിദുകൾ പറയും. പ്രാർത്ഥനയുടെ അർത്ഥം എന്താ മുജാഹിദുകളെ? അതിന്റെ തൈരീഫ് നിങ്ങൾക്കറിയോ? ഇല്ല. ഞാൻ പറയാം തൈരീഫ്. എന്താ തൈരീഫ്? അള്ളാഹുവിനോട് അഥവാ അടിമ തന്റെ ദൈവത്തോട് ചോദിക്കുന്ന ചോദ്യം, ഇതിനാണ് പ്രാർത്ഥന എന്ന് പറയുക. അതേ അടിമ ദൈവത്തോട് ചോദിക്കുന്ന ചോദ്യത്തിനാണല്ലോ പ്രാർത്ഥന എന്ന് പറയുക. അപ്പോൾ നബിമാര് ഒരിക്കലും ദൈവമല്ലല്ലോ, വലികളും ഒരിക്കലും ദൈവമല്ലല്ലോ. അപ്പൊ ഞങ്ങളെ പ്രാർത്ഥനയല്ല എന്ന് നിങ്ങൾ പറയുന്ന വിഷയം പ്രാർത്ഥനയുടെ വകുപ്പിൽ പെടില്ല. വല്ലാത്ത കണ്ടുപിടുത്തട്ടോ. മൂപ്പര് വിചാരിച്ച് നമ്മള് ഇതിങ്ങോട്ട് പറയുമ്പോ നമ്മൾ പറയും അങ്ങനെ അർത്ഥമില്ല എന്ന് പറയും. ഇല്ല, ഞങ്ങളും പറയാം. അള്ളാഹുവിൽ നിന്ന് തേടുന്നതിനാണ് തന്നെ അഹ്സനി പ്രാർത്ഥന എന്ന് പറയാ. സംശയമില്ല, മുജാഹിദുകൾക്ക് സംശയമില്ല, യാതൊരു സംശയത്തിലില്ല. പക്ഷെ ഞങ്ങളൊരു ചോദ്യമുണ്ട്. എന്താണെന്നറിയോ? അള്ളാഹുവിൽ നിന്ന് തേടേണ്ടുന്ന കാര്യത്തിന് റബ്ബിനോട് ചോദിക്കേണ്ട ചോദ്യത്തിനാണ് പ്രാർത്ഥന എന്ന് പറയുന്നതെങ്കിൽ ആ ചോദിക്കുന്ന ചോദ്യമുണ്ടല്ലോ, അത് അള്ളാഹു അല്ലാത്തവരോട് പറ്റുമോ? അതാ ഞങ്ങളെ ചോദ്യം. മനസ്സിലായില്ലേ? ഇത് മണ്ണാർക്കാട് ചോദിച്ചിട്ട് വലിയ ആളുകൾ ഇരുന്ന് വിയർത്തതാ. വിയർത്തുണ്ടായില്ല, മറുപടി കിട്ടിയില്ല. ഞാൻ പറയട്ടെ, വലിയ നിഘണ്ടുവിൽ നിന്ന് വായിച്ചതാണല്ലോ. ഞാൻ പള്ളി ദർസിൽ പഠിപ്പിക്കപ്പെടുന്ന തഫ്സീർ ഖാസിനിൽ നിന്ന് വായിക്കട്ടെ. അതാ അദ്ദേഹം പറയുന്നു, പ്രാർത്ഥന ദുആ എന്ന് പറഞ്ഞാൽ ചോദ്യവും തേട്ടവും എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. അത് ആരാധനയുടെ വകുപ്പുകളിൽ പെട്ടതാണ്. ഇനി പറയാൻ പോണത് പ്രിയപ്പെട്ട സഹോദരന്മാരെ, തെറ്റിദ്ധരിച്ച പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ശരിക്ക് ആലോചിക്കണം, ചിന്തിക്കണം, ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. അദ്ദേഹം പറയുന്നു, ലാ യുഖദ്ദിമു അലാ ദുആഇ ഇല്ലാ ഇദാ അറഫ മിൻ നഫ്സിഹിൽ ഹാജ ഇലാ ദാലികൽ മത്ലൂബ് ഔ ആജിസുൻ അൻ തഹ്സീലിഹി. ഒരു മനുഷ്യനൊരു കാര്യം ചോദിക്കാൻ വേണ്ടി മുന്നിട്ട് വരണമെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം ആ ആവശ്യം, തേടപ്പെടുന്ന ആവശ്യം സ്വന്തം നഫ്സിന് ചെയ്യാൻ കഴിയാത്തതാണെന്ന് ബോധ്യമാകുമ്പോഴാണ്. മാത്രമല്ല വഅറഫ അന്ന റബ്ബഹു തബാറക വതആല യസ്മഉ ദുആ വയഅലമു ഹാജതഹു. അവൻ ചോദിക്കപ്പെടുന്ന റബ്ബുണ്ടല്ലോ, ആ റബ്ബിനെ കുറിച്ച് ഇവന്റെ വിവര വിശ്വാസം എന്താ? അവൻ എന്റെ ആവശ്യങ്ങളൊക്കെ അറിയും, ഞാൻ പറയുന്നത് അവൻ കേൾക്കും. മാത്രമല്ല ചോദിച്ചവനിലേക്ക്, പ്രാർത്ഥിച്ചവനിലേക്ക് അത് എത്തിച്ചു കൊടുക്കാനുള്ള കഴിവും റബ്ബിനുണ്ട് എന്നാണ്. ഈ സമയത്ത് ഒരടിമ ഒരു പ്രാർത്ഥന ചെയ്യുമ്പോൾ, ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അവൻ അവന്റെ മനസ്സിൽ തീരുമാനിക്കുന്നു, തനിക്കത് ആവശ്യമുണ്ട്, പക്ഷെ സ്വന്തം നിലക്ക് ചെയ്യാൻ കഴിയില്ല. അത് കഴിവുള്ള ഒരാളുണ്ട്, എന്റെ പ്രാർത്ഥന കേൾക്കുന്ന, എന്റെ ആവശ്യമറിയുന്ന, എന്നെ സഹായിക്കാൻ കഴിയുന്ന ഒരാളുണ്ട്. ആ ആളിനോട് അവൻ മുന്തിച്ചു ചെല്ലുകയാണ്. ഇതാണ് റബ്ബ് പറഞ്ഞത്, ഉദ്ഉ റബ്ബക്കും തവറുഅൻ വഖുഫിയാ. നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് രഹസ്യമായി, നിങ്ങളുടെ റബ്ബിനോട് ഏറ്റവും ഭയഭക്തിയോടുകൂടി ചോദിക്കൂ. കണ്ടോ? ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ലോകത്ത് ഏതൊരാൾ വിഷയം ചോദിക്കുന്നുവെങ്കിലും അവന്റെ ചോദിക്കുമ്പോൾ ഒരു തേട്ടുണ്ട്. റബ്ബേ എന്റെ കാര്യം നീ സാധിപ്പിച്ചു തരണേ എന്ന് പറയുമ്പോൾ അവന്റെ മനസ്സിൽ എന്താ ഉള്ളത്? എന്റെ റബ്ബ് അവനിത് കേൾക്കുന്നവനാണ്, കാണുന്നവനാണ്, അറിയുന്നവനാണ്, അവനത് ചെയ്തു തരാൻ കഴിവുള്ളവനുമാണ് എന്നാണ്. ഇവനോ സ്വന്തം നിലക്ക് ചെയ്യാൻ കഴിയില്ല എന്നും ഇവൻ ബോധ്യപ്പെടുന്നു. ഈ വിഷയം ഒരാൾ ശൈഖിനോട് പറഞ്ഞാലോ, ഓ ശൈഖേ എന്നെ കാക്കണേ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഇവന് സ്വന്തം നിലയ്ക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. രണ്ടാമത്തത്, തന്റെ ശൈഖ് ഇത് കേൾക്കും, ഇത് കാണും, അറിയും, എന്നെ സഹായിക്കാനും കഴിയും. ഇതല്ലേ വിശ്വാസം? ഇതല്ലേ വിശ്വാസം? എന്നിട്ടോ എന്റെ പ്രിയപ്പെട്ടവരെ, എന്നിട്ട് ഇവര് പറയാണ്,
അന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ. എന്നിട്ട് ഇവർ ആയത്തോതും പള്ളികൾ അള്ളാഹുവിനുള്ളതാണ്, അവിടെ അള്ളാഹുവിനകത്ത് ആരും വിളിച്ച് പ്രാർത്ഥിക്കരുത്. എന്നിട്ട് ചോദിക്കാണ്, ചായ കുടിക്കുന്നവനോട് കള്ള് കുടിക്കുന്നത് എന്തിനാണെന്ന് ചോദിക്കുന്നത് പോലെയാണ്. ആയിഷനി പറയാൻ, ഞാൻ പറയാണ് ആയിഷനി, പഞ്ചസാര ചാക്കിന്റെ പുറത്ത് ഉപ്പ് എഴുതിയിട്ടാൽ ഉറുമ്പിനെ പറ്റിക്കാൻ പറ്റുമോ? പഞ്ചസാര ചാക്കിന്റെ പുറത്ത് ഉപ്പ് എഴുതിയാല് ഉറുമ്പിനെ പറ്റിക്കാൻ പറ്റൂലല്ലോ. നിങ്ങൾ ചായയല്ല കുടിക്കുന്നത്, നിങ്ങൾ ഒന്നാം തരം കള്ള കുടിക്കുന്നത്, എന്നിട്ട് നിങ്ങൾ ചായയാണെന്ന് പറയുകയാണ്. മനസ്സിലായോ? അപ്പൊ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഏതൊരു മനുഷ്യനും അറിയാം റബ്ബിനോട് ചെയ്യുന്ന തേട്ടമാണ്. പക്ഷേ ആ തേട്ടം, അതേ തേട്ടം തന്നെ റബ്ബല്ലാത്തവരോട് നടത്തിയാൽ അത് ശിർക്കാണ്. ഇതാ മുജാഹിദുകൾ പറഞ്ഞത്, ഇത് മുജാഹിദുകൾ വ്യക്തമായി പറഞ്ഞതാണ്. പക്ഷേ ഇവിടെ വന്നിട്ട് പ്രാർത്ഥനയുടെ നിർവചനം പറഞ്ഞപ്പോൾ ഇതുപോലെ ഞാൻ നിൽക്കുന്ന ചെലൂർ ഭാഗത്ത് അദ്ദേഹം ഒരിക്കൽ വന്ന് പ്രസംഗിച്ചു, ഖുതുബിയത്തിൽ ന്യായീകരിച്ചുകൊണ്ട്. എന്നിട്ട് പറഞ്ഞു, ഞാൻ കുറെ കാലമായി സ്റ്റേജുകളിൽ മുഴുവനും ചോദിക്കുന്നു, സംവാദവേദികളിൽ ചോദിക്കുന്നു, പ്രാർത്ഥനയുടെ നിർവചനം പറയൂ, പ്രാർത്ഥനയുടെ നിർവചനം പറയൂ. ഒരൊറ്റയാളും പ്രാർത്ഥന നിർവചനം പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞാനിതാ പ്രാർത്ഥനയുടെ നിർവചനം പറയുന്നു, ദൈവമാണെന്ന് കരുതിക്കൊണ്ട് തേടുക. നിങ്ങളത് ആലോചിച്ച് നോക്ക്, ദൈവമാണെന്ന് കരുതിയ പിന്നെ പ്രാർത്ഥിക്കണം. ഒരു വസ്തുവിനെ കുറിച്ച് അത് ദൈവമാണെന്ന് വിശ്വസിച്ചാൽ പിന്നെ തേടണോ? തേടേണ്ട ആവശ്യമല്ല, അതിനും പോൻ ഔട്ടായി, അവൻ ഔട്ടായി ഇസ്ലാമെന്ന്. പിന്നെ ഇവിടെ ചർച്ചയില്ല. മനസ്സിലായോ? ദൈവമാണെന്ന് കരുതിക്കൊണ്ട് വിളിച്ചാലേ ശിർക്ക് വരൂ എന്ന വാദം ഇവിടുന്നും അദ്ദേഹം സൂചിപ്പിച്ചു. ഇമാം റാജി റഹ്മത്തുള്ളാഹി പറയുന്നു, ലോകത്ത് ഒരാളും അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കുന്ന ഒരാളും ആരാധിക്കപ്പെടുന്ന വിഗ്രഹത്തെക്കുറിച്ച് ദൈവമാണെന്ന് കരുതിയിട്ടില്ല. കരുതിയാലും കരുതിയില്ലെങ്കിലും അല്ലാഹു അല്ലാത്തവരോട് ചോദിച്ചാൽ ശിർക്ക് തന്നെയാണ്. ഇനിയിപ്പോ അടുത്ത ദിവസം വന്നിട്ട് ഞാൻ ഒരു 50 ഉറുപ്പിക ചോദിച്ചാൽ ശിർക്കാണോ എന്ന് ചോദിക്കാൻ നിൽക്കരുത്. അതൊക്കെ വില കുറഞ്ഞ വർത്താനാണ്. മനസ്സിലായോ? കാര്യങ്ങളെ തെളിവ് സഹിതം ഇൻഷാ അല്ലാഹ് ഉദ്ധരിക്കപ്പെടണം. ഇനി രണ്ടാമത്തെ സുന്നത്തുകളാണ്. സുന്നത്തുകൾ ധാരാളമുണ്ട്. വലിയ ഒരു വിഷയം പറഞ്ഞത് അത് മാത്രം 1-2 കാര്യം ഞാൻ പെട്ടെന്ന് പറഞ്ഞു തരും ഇൻഷാ അല്ലാഹ്. എന്നിട്ട് കാരണം എനിക്ക് വളരെ പ്രധാനപ്പെട്ട തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ക്ലിപ്പുകൾക്ക് ഒരു മറുപടി പറയേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാൻ പെട്ടെന്നൊന്ന് ചുരുക്കാൻ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുന്നത്തിന്റെ വിഷയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി പറഞ്ഞെന്തറിയോ? മുജാഹിദുകൾ ഖലീഫമാരെ തള്ളിയവരാണ്. ഖലീഫമാരെ തള്ളിയവരാണ്. എന്താ തള്ളി എന്ന് പറയാൻ കാരണം, മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു 20 റക്അത്ത് തറാവീഹ് നിസ്കരിച്ചു. അത് മുജാഹിദുകൾ തള്ളി 11 ആക്കി. പിന്നെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു 2 ബാങ്ക് ശർഅ ഉണ്ടാക്കി. അത് മുജാഹിദുകൾ വെട്ടിച്ചുരുക്കി 1 ആക്കി. പിന്നെയോ അടുത്തതെന്താ? ഖലീഫമാര് മുഴുവനും അറബിയിലാ ഖുത്ബ ഓതിയത്. അത് മുജാഹിദുകൾ ഒഴിവാക്കി മലയാളത്തിലാക്കി. കണ്ടോ? എന്താ വലിയ വർത്താനട്ടോ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ പറയുന്നു, മുജാഹിദുകൾ ഒന്നും തള്ളിയിട്ടില്ല. വെറുതെ വെർബലി പറഞ്ഞാൽ പാടില്ലല്ലോ, തെളിവുദ്ധരിക്കുകയല്ലേ വേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് 20 റക്അത്ത് തറാവീഹ് നിസ്കരിച്ചതായി സ്വഹീഹായി രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല. ഇത് ഞാൻ വെറുതെ പറഞ്ഞതല്ല. തലശ്ശേരിയിൽ വെച്ച് ഈ അടുത്ത് മുജാഹിദ് പണ്ഡിതന്മാരും അതുപോലെ അഹ്സനിയും അടക്കമുള്ള ആളുകൾ ഇരുന്നു കൊണ്ട് അതേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട സ്വഹാബിയായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു നിസ്കരിച്ചത് 20 11 എന്ന നിലയ്ക്ക് ചർച്ച വന്നു. ആ ചർച്ചയിൽ അതാ അഹ്സനി തന്നെ പരസ്യമായി പ്രഖ്യാപിച്ചു. അവരുടെ കൂട്ടത്തിലെ പണ്ഡിതന്മാരും പറഞ്ഞു, റസൂലുള്ള 20 നിസ്കരിച്ചു സഹിയായി വന്നിട്ടില്ല. 20 റക്അത്ത് തറാവീഹ് എന്നത് സഹിഹായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതേ അല്ല. ഞാനൊരൊറ്റ വാചകം മാത്രം പറയട്ടെ. പണ്ഡിതന്മാര് മുഴുവനും അത് സൂചിപ്പിച്ചിട്ടുമുണ്ട്. മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മഹുല്ലാഹ് തന്റെ ഫത്ഹുൽ ബാരിയിൽ രേഖപ്പെടുത്തുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 20 നിസ്കരിച്ചു.
പിന്നീട് സ്വഹാബത്ത് അഥവാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബി വര്യന്മാരിൽപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു 20 റക്അത്ത് നിസ്കരിച്ചു എന്ന് പറയപ്പെടുന്ന ഹദീസ് ദുർബലമാണ്. ഇമാം സുയൂത്തി തന്റെ അൽ ഹാവിയിൽ ഇത് രേഖപ്പെടുത്തി ദുർബലമാണ്, സഹിയായി വന്നിട്ടില്ല. ഇനി നിങ്ങൾ നോക്കൂ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബി വര്യനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു 2 ബാങ്കുണ്ടാക്കി അത് മുജാഹിദുകൾ നശിപ്പിച്ചു കളഞ്ഞു എന്നാണ് പറയുന്നതെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, മഹാനായ ഇമാം ശാഫിഈ റഹ്മഹുല്ലാഹ് അദ്ദേഹം അതാ രേഖപ്പെടുത്തുന്നു, ഞാൻ ഇഷ്ടപ്പെടുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ഉമർ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെയും ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെയും കാലത്ത് നടന്ന ഒറ്റ ബാങ്കാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. ഇനി ഷാഫിയാമ തള്ളി എന്ന് പറയാൻ പറ്റുമോ? ഷാഫിയാമ തള്ളിയതാണെന്ന് അതേ മുജാഹിദുകളും ചെയ്യുന്നുള്ളൂ. റസൂലുള്ളാഹിന്റെ കാലത്തുള്ള സംഗതി അതങ്ങ് നിലനിർത്താൻ തീരുമാനിച്ചു. 2 സാഹിബുകൾ അബൂബക്കറും ഉമറും റളിയല്ലാഹു അൻഹുമാ അവരുടെ 2 ആളും ചെയ്തതും സ്ഥിരപ്പെടുത്താൻ നമ്മൾ തീരുമാനിച്ചു. അതാണ് വിഷയം. മനസ്സിലായോ? പിന്നെ അറബിയിലെ ഖുതുബ അത് ഞാൻ പറയട്ടെ നിങ്ങളോട്. ഞാൻ പഠിച്ചത് റഹ്മാനിയ അറബി കോളേജിലാണ്. റഹ്മാനിയ അറബി കോളേജ് പിന്നെ ഏർവാടിയുടെയും നാഗൂരിന്റെയും മുത്തുപ്പേട്ടയുടെയും ഇടക്കാണ് അതിരാമ്പട്ടണം എന്ന സ്ഥലം. 3 പ്രധാനപ്പെട്ട കേരളത്തിലുള്ള ആളുകളൊക്കെ പോകുന്ന ദർഗാ ഷരീഫിന്റെ ഇടക്ക് അവിടെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള അവിടുത്തെ നാട്ടുകാർ പറയുന്നത് റസൂലുള്ളാഹിന്റെ കാലത്ത് പിന്നെ വന്ന പള്ളിയാണ് ഈ പള്ളിന. ആ പള്ളിയിൽ ഖുതുബ അത് തമിഴിലാണ്. എന്നെ പോലെയുള്ള 100 കണക്കിന് റഹ്മാനിമാര് ആ കോളേജിൽ നിന്ന് ബിരുദമെടുത്തിറങ്ങുന്നുണ്ട്. അവിടെ പഠിക്കുന്ന കാലമത്രയും അവര് പോകുന്ന ജുമാ അത് തമിഴ് ഭാഷയിലുള്ള ഖുതുബയാണ് അവർ കേൾക്കുന്നത്. അല്ലാന്ന് പറയാൻ പറ്റുമോ? സമസ്തയിലെ ആലിമീങ്ങൾ അവർ പോലും അവരംഗീകരിച്ചതും അവർ പോയതും അവരിൽ പല ആളുകൾ ദർസെടുക്കുകയും ചെയ്ത കോളേജ് കൂടിയാണ് റഹ്മാനിയ അറബി കോളേജ്. പാങ്ങിൽ അബ്ദുള്ള മുസ്ലിയാരുടെ ഖബറും അതിന്റെ തൊട്ടടുത്തുണ്ട്. തമിഴിലാ ഖുതുബ. ഞാൻ കാന്തപുരം വിഭാഗത്തിൽ പ്രവർത്തിച്ചിരുന്ന ആളാണ്. കേരളക്കരയിൽ നിങ്ങൾക്കറിയാം, അവിടെ ആലപ്പുഴ ജില്ലയിലെ പ്രധാനപ്പെട്ട സക്കാവിമാരോടൊക്കെ ചോദിച്ചറിയാൻ പറ്റും. അങ്ങനെ ഉള്ള ഞാന് കോളേജിൽ നിന്ന് ദർസിന്ന് കോളേജിലേക്ക് പോവാൻ റഹ്മാനിയ അറബി കോളേജിൽ ചെന്നു. ഒരു ബുധനാഴ്ച ദിവസം, ഒരു തിങ്കളാഴ്ചയോ ബുധനാഴ്ച ദിവസം അവിടെ ചെന്നു. അതിനുശേഷം വന്ന വെള്ളിയാഴ്ച ദിവസം ജുമാക്ക് വേണ്ടി പള്ളിയിൽ പോയിരുന്നു. ആ സമയത്ത് മുഅദ്ദിൻ വന്ന് നമ്മുടെ നാട്ടിലെ വാളെടുക്കുന്ന പോലെ വന്ന് വാളെടുക്കാൻ വാളിങ്ങനെ കുത്തിപ്പിടിച്ചിട്ട് മആശറൽ മുസ്ലിമീന റഹ്മത്തുമുല്ലാഹ് എന്ന വാചകം പറഞ്ഞു. എന്നിട്ട് മൂപ്പര് തമിഴിൽ മുസ്ലിം മുഅ്മിൻ ആവാഹിയ ജനങ്ങളെ, നമ്മൾ നായക മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിന് വന്നിരിക്കേണ്ടത് വെള്ളിക്കിഴമ ഖുത്ബ ഓതുம்போது யாராகில் ஒருவன் பேசுவாராகில் அவருக்கு ഖുത്ബാവിടെ നന്മ கிடையாதுன்னு வந்திருப்பதா ഖുത്ബ நன்றாக காதாட்சி கேட்டுக்கொள்ளுங்கள், നമ്മൾ അനേവർക്കും അല്ലാഹ് കൃപയും റഹ്മത്തും ചെയ്യുവാനാകും. ആമീൻ യാ റബ്ബൽ ആലമീൻ. മആശറൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് മനസ്സിലായോ? അതിനുശേഷം കാണാം ദാ ഖത്തീബ് വരുന്നു. ആ വടിയും മേടിച്ച് ഖത്തീബ് മെമ്പറിൽ കയറി സലാം പറഞ്ഞ് അവിടെ ഇരുന്ന് എന്നിട്ട് അൽഹംദുലില്ലാഹ് എല്ലാ പുകളും അല്ലാഹുവിക്ക് ഒരുക്കിன்றது എന്ന് തുടങ്ങുന്നു തമിഴിലെ ഖുത്ബ. ആകെ ബേജാറായില്ലേ, ഇരിക്കണം ചൂടാൻ തുടങ്ങി. കാരണം നമ്മൾ ഒന്നാം തരം തീവ്രവാദിയാ. നിസ്കാരം കഴിഞ്ഞിട്ട് ആകെ ബേജാറായി. നിസ്കാരം കഴിഞ്ഞ് ലോഹർ നിസ്കാരം മടക്കി നിസ്കരിക്കുകയും ചെയ്തു. എന്നിട്ട് നേരെ ഹസരത്തിന്റെ റൂമിൽ പോയി ചോദിച്ചു ഹസരത്തിനോട്. മമ്മിക്കുട്ടി ഹസരത്താണ് അവിടുത്തെ, ഇപ്പോഴും അദ്ദേഹം തന്നെയാണ് അവിടുത്തെ പ്രിൻസിപ്പൽ. പാലക്കാട് തൃക്കടിയിരി ആട്ടാശ്ശേരിയിലെ മമ്മിക്കുട്ടി ഹസരത്ത് ഇവിടെ അടുത്ത് വർക്കല മന്നാനിയ അറബി കോളേജിലെ വിസിറ്റിംഗ് പ്രൊഫസർ കൂടിയാണ് അദ്ദേഹം ഇപ്പോൾ എന്ന് ഞാൻ അറിയുന്നു. അദ്ദേഹം ഇടക്കിടക്ക് അവിടെ ക്ലാസ് എടുക്കാൻ വരുന്ന ആൾ കൂടിയാണ്. അദ്ദേഹത്തിന്റെ ശിഷ്യനാണ് ഞാൻ. അവിടെ ഉസ്താദിനോട് ചോദിച്ചു, ഉസ്താദേ ഇതെന്താ ഇപ്പരിപാടി ഇവിടെ, അതിനെന്താ കുഴപ്പം? അത് അറബിയിലല്ലേ വേണ്ടത്, അറബിയിൽ വേണമെന്ന് ഇവിടെ നിയമം. ഷാഫി മദ്ഹബിന്റെ ഫിഖ്ഹിൽ അങ്ങനെയില്ല. അറബിയിലാവണമെന്ന നിബന്ധനയില്ല. ഇനി ചില പണ്ഡിതന്മാരൊക്കെ ഖുർആൻ ഓതുന്നത് പോലും എന്ത് ചെയ്താൽ മതി, അതാത് ഭാഷയിൽ ഓതിയാൽ മതി എന്ന് പറയുകയോ ചെയ്തു. സംശയമായി, വിഷമായി, വല്ലാത്ത പ്രയാസമായി. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഖുത്ബ ആ ഭാഷയിൽ ഓതുന്നതിന് വിരോധമല്ല. എന്നിട്ട് ഞാൻ പറയല്ലോ ഉസ്താദ് നമുക്കിത് അറബിയിലാക്കാൻ വല്ല പിന്നെ കുഴപ്പമുണ്ടോ? മൂപ്പര് പറയണം അറബിയിലാക്കാൻ വേണ്ടി ഓരെല്ലാം കൂടെ എന്നെ തച്ചുമല്ലോ ഒന്ന്. ഇവിടെ നമ്മൾ മലയാളത്തിലാക്കിയ ആളുകൾ കുഴപ്പമുണ്ടാക്കുന്നത്, അവിടെ അറബിയാക്കാൻ പോയ പ്രശ്നമാണ് അത്രേ. മൂപ്പര് പറയാണ്. എന്നിട്ട് മൂപ്പര് ഒരു ചെറിയ പണിയെടുത്തു. എന്താണെന്നറിയോ?
ഒന്നാമത്തെ ഖുത്ബ കഴിഞ്ഞ് ഖുത്ബ അവസാനിപ്പിക്കുമ്പോൾ ആ പ്രസംഗം തമിഴിലെ പ്രസംഗം അവസാനിക്കുന്ന സമയത്ത് ആ ഫർളുകൾ വീണ്ടും ഒന്ന് റിപ്പീറ്റ് ചെയ്യാന്നൊരവസ്ഥ ഉണ്ടാക്കി ഫർള് ഒന്നുകൂടി എന്ത് ചെയ്യാ പറഞ്ഞ് റെഡിയാക്കി വെക്കാം. അപ്പൊ ഏകദേശം ഒരു അറബിയോട് ദൃശ്യമാക്കി വെക്കാലോന്ന്. എന്താ നിങ്ങൾ ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഇപ്പോ കേരളക്കരയിൽ ആളുകൾ പറയാണ് ഖലീഫമാരുടെ മുഴുവൻ സുന്നത്തും തള്ളിയവരാണ് മുജാഹിദുകൾ എന്ന് പറഞ്ഞുവെങ്കിൽ ഞാൻ പറയുന്നു, ഇതുപോലെയുള്ള നൂറുകണക്കിന് പള്ളികളിലെ ഇമാമുമാരും അവിടുത്തെ നാട്ടുകാരും ഖലീഫമാരെ തള്ളിയവരാണെന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയുമോ? കാരണം അവർ ത്വരീഖത്തിന്റെ ആളുകൾ കൂടിയാണ്. ഷാദുലി തരീഖത്തിന്റെ ഖലീഫമാരുള്ള സ്ഥലം കൂടിയാണ് അതിരാൻ പറ്റണം. ആ നല്ല പത്തരമാറ്റങ്ങളെ ഭാഷയിൽ പറഞ്ഞ പത്തരമാറ്റ സാധനങ്ങൾ അവിടെ ഖുത്ബയ്ക്ക് വിടത്. ഏത് ഖുത്ബ? തമിഴ് ഖുത്ബയ്ക്ക്. മനസ്സിലായോ? ഷാഫി മദ്ഹബിൽ അങ്ങനത്തെ ഹുക്കുമൊന്നുമില്ല. ഇനി ഞാൻ ചോദിക്കട്ടെ, റസൂലുള്ളാഹിന്റെ ഖുത്ബ മാതിരി ഞങ്ങളെ ഖുത്ബ ആണോ? മുജാഹിദുകൾ നടത്തുന്ന ഖുത്ബ റസൂൽ നടത്തിയ പോലെ എന്ന് വെച്ചാൽ അവിടെ കൂടിയിരുന്ന ആളുകൾക്കൊക്കെ മനസ്സിലാവും അപ്പറഞ്ഞ എന്താണ്. മനസ്സിലായോ? നിങ്ങൾക്കറിയുമോ, മഹാനായ സുലൈഖ് ബിൻ ഖുത്ബാൻ റളിയല്ലാഹു അൻഹു കടന്നു വരിക റസൂലുള്ളാഹിന്റെ അടുത്തേക്ക്. ഖുത്ബ സമയത്ത് കടന്നു വരാൻ കേറി വന്ന് റസൂലുള്ള ഖുത്ബ മെമ്പർ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. സുലൈഖ് റളിയല്ലാഹു അൻഹു അവിടെ ഇരുന്നു. നബി തങ്ങൾ വിഷയം നിർത്തി. എന്നിട്ട് ചോദിച്ചു, യാ സുലൈഖ് അസല്ലൈത, യാ സുലൈഖ് അസല്ലൈത. സുലൈഖ് റളിയല്ലാഹു അൻഹു ചോദിക്കാൻ, ഓ സുലൈഖ് നീ നിസ്കരിച്ചോ? അദ്ദേഹം എഴുന്നേറ്റ് പറഞ്ഞില്ല, യാ റസൂലല്ലാഹ് ഇല്ല നബിയെ നിസ്കരിച്ചില്ല. റസൂൽ പറയാൻ, എഴുന്നേറ്റ് 2 റക്അത്ത് നിസ്കരിക്ക്, ചുരുക്കി നിസ്കരിക്കണം കേട്ടോ എന്ന് പറഞ്ഞു. ചുരുക്കി നിസ്കരിക്കണം. ആരോട്? ഖത്തീബ് കേറി വന്ന ആളോട് സംസാരിച്ചു, വർത്താനം പറഞ്ഞു, കാര്യം പറഞ്ഞു, വിഷയം പഠിപ്പിച്ചു കൊടുത്തു, നിസ്കരിച്ചു. നമ്മളെ നാട്ടിലാണെങ്കിലോ അഹമ്മദാക്ക വന്ന് പള്ളിയിൽ കയറി വന്നിരുന്ന് ഖത്തീബ് മിമ്പറിൽ മറ്റേ ഖുത്ബ ബുക്ക് ഇങ്ങനെ പിടിച്ചിട്ട് ഖുത്ബ നടത്താണ്. ഇങ്ങനെ നടത്താണ്. മൂപ്പരിങ്ങനെ ഏറെ വന്നിട്ട് നോക്കിയിട്ടുണ്ട് മൂപ്പര് വരുന്നത്. പക്ഷെ പറയാൻ പറ്റൂല. പറയണമെങ്കിൽ എങ്ങനെ പറയണം? അറബിയിൽ പറയണം. അറബിയിൽ പറയണം. നീ അറബിയിൽ പറഞ്ഞെന്ന് വെച്ചോ, യാ അഹ്മദു അസ്വല്ലൈതാ, ഓ അഹ്മദേ നിസ്കരിച്ചോന്നാ ചോദിച്ചത്. പക്ഷെ അഹമ്മദ് ആക്കാക്ക് മനസ്സിലായില്ല. അപ്പൊ രണ്ടാമത് അടുത്ത ചോദ്യം വീണ്ടും മൂപ്പര് ചോദിക്കാൻ, യാ അഹ്മദു അസ്വല്ലൈതാ, അഹമ്മദിന് മനസ്സിലാവുന്നില്ല. മൂന്നാമത്തെ പ്രാവശ്യം പറയും, എടങ്ങേറ് മൂപ്പര് എന്നെ തന്നെ ഇപ്പൊ നോക്കണ്, എന്റെ പേരാണ് ഈ പറയണേ. മനസ്സിലായോ? സംഗതി മനസ്സിലായോ? ഇങ്ങനെ ഉണ്ടാവുള്ളൂ. മുജാഹിദ് പള്ളിയിൽ ആൾ ചോദിക്കാം, അഹമ്മദ് ഖാൻ എന്താ നിങ്ങൾ നിസ്കരിക്കാതിരിക്കണം, പെട്ടെന്ന് നിസ്കരിച്ചിരിക്കട്ടോ. ഇതാ മോനെ ഖുത്ബ. ആണോ? ഇതാണ് ഖുത്ബ. ഖുത്ബ മഫ്ഹൂമതൻ ബലീഗതൻ, അത് സാരസമ്പൂർണമാവണം, മനസ്സിലാകുന്നതാവണമെന്ന് പണ്ഡിതന്മാര് പറയാൻ കാരണം അതാ. മറ്റേതോ അപ്പള്ളിയിൽ പോയിരിക്കുന്ന ആളുകൾ, നൂറുകണക്കിന് ആളുകൾ ഉണ്ടല്ലോ, എന്തേ മനസ്സിലായത് മക്കളെ? ഒന്നുമില്ല. അല്ല ഒന്നാന്തരം ഒച്ചേനു. എന്താ മൂപ്പരെ കൂറ്റ്? അത് മാത്രമേ ഉള്ളൂ. മനസ്സിലായോ? നിങ്ങൾ ചോദിച്ചു നോക്ക് പള്ളിയിൽ ഇറങ്ങി വന്ന ആളോട്, ഇന്ന് ഖുത്ബയുടെ മൗലൂ എന്തായിരുന്നു അറിയില്ല. മുജാഹിദ് പള്ളിയിൽ ഇറങ്ങി വന്നവരോട് ചോദിക്കും, മോനെ ഇന്നത്തെ ഖുത്ബയുടെ മൗലൂ എന്താ? കുട്ടി ഉടനെ പറയുന്നതാണ് ഇന്ന് ഖുത്ബ ഇങ്ങനെയായിരുന്നു എന്ന് പറയും. മനസ്സിലായോ? അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ നിന്ന് ഖുർആൻ ഓതി ജനങ്ങൾക്ക് നിർദ്ദേശം കൊടുത്തു. റസൂലുള്ള ഖുത്ബ പറയാൻ തുടങ്ങിയാൽ ഇഹ്മറത് ഐനാഹു വഅലാ സൗതുഹു, റസൂലുള്ളാഹിയുടെ കണ്ണുകൾ ചുവക്കും, ശബ്ദമുയരും. കഅന്നഹു മുൻദിറു ജൈശിൻ, ഒരു സൈന്യത്തിന് താക്കീത് കൊടുക്കുന്ന, മുന്നറിയിപ്പ് കൊടുക്കുന്ന ഒരു സൈന്യാധിപനെ പോലെയായിരുന്നു റസൂലുള്ളാഹ്. കണ്ണും മോറും ഒക്കെ ചുവന്നിട്ട് വളരെ ശക്തമായി പറയുമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, അപ്പോൾ സഹാബത്തിനെ ഞങ്ങൾ തള്ളിയിട്ടില്ല. ഇനി മുജാഹിദുകളുടെ പേരിൽ വലിയൊരു ആരോപണം, ഇവര് മയ്യത്തിന്റെ പേരിൽ നിസ്കരിക്കൂല, മയ്യത്തിന്റെ പേരിൽ ദിക്റും ചൊല്ലൂല, കൊണ്ടുപോകുമ്പോഴും ദിക്ർ ചൊല്ലൂല ആണെന്ന് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നത്. ശ്രദ്ധിക്കണം, ജനാസയിൽ ഏറ്റവും അഫ്ളലായ ശൈലി മാ കാന അലൈഹി സലഫ് സ്വാലിഹീങ്ങൾ ചെയ്തിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ശൈലി മിണ്ടാതെ പോവുകയും ആഖിറത്തിനെയും റബ്ബിനെയും അവന്റെ അദാബ് റഹ്മത്തിനെയും ചിന്തിച്ചു പോവുകയും ചെയ്യലാം. മിണ്ടാതെ പോകൽ മാ കാന അലൈഹി സലഫു, ഇതാണ് ഏറ്റവും അഫ്ളൽ. ഇതിൽ തർക്കവുമില്ല. കേട്ടല്ലോ? അപ്പൊ മയ്യത്തിന്റെ കൂടെ പോകുന്ന ആളുകൾ സലഫു സാലിഹുകളുടെ മാർഗം മിണ്ടാതെ പോകലാണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ മരണത്തെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട്, പരലോകത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട്, നാളെ എന്റെ അവസ്ഥയും ഇങ്ങനെയാണല്ലോ റബ്ബേ എന്ന് ചിന്തിച്ചുകൊണ്ട് ആ ഫിക്റിലും വിക്റിലുമായി കടന്നു പോകണമെന്നാണ് പൂർവിക മഹത്തുക്കളുടെ സ്വഭാവമെന്ന്
മുജാഹിദുകൾ പറഞ്ഞിട്ട് അനുസരിച്ചില്ല. ഇപ്പോൾ സമസ്തയുടെ നേതാക്കന്മാര് തന്നെ പറയാൻ തുടങ്ങിയിരിക്കുന്നു. അപ്പോ മുജാഹിദുകളെ വാദാ ശരി. എന്ത് ദിക്റും മിണ്ടാതെ പോണെന്ന് തന്നെയാ. അതെന്റെ മാത്രമല്ല, ഇമാം നബവിയുടെ മജ്മൂഅ് നോക്ക്, അതുപോലെ തന്നെ ഇമാം നബവിയുടെ അദ്കാർ നോക്ക്, അതുപോലെ ശാഫി മദ്ഹബിലെ പല ഫിഖ്ഹുകളും നോക്കൂ. അതിലെല്ലാം പറഞ്ഞിട്ടുള്ളത് സുക്കൂത്താണ് അഫ്ളല് എന്നാണ്, മിണ്ടാതെ പോകലാണ് വേണ്ടത്. ഇനി മയ്യത്തിന്റെ അടുത്ത് ഖുർആൻ പാരായണം ചെയ്യുന്നുണ്ടല്ലോ, ഞാൻ ചോദിക്കട്ടെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കൾ വഫാത്തായി പോയിട്ടുണ്ടല്ലോ, റസൂലുള്ളാഹിന്റെ ഭാര്യ മരിച്ചിട്ടുണ്ടല്ലോ, അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിവര്യന്മാരും മരിച്ചു പോയിട്ടുണ്ട്. പക്ഷേ ഒരു ജനാസയുടെ അടുത്തിരുന്നും റസൂലുള്ള ഖുർആൻ ഓതിയതായി തെളിവില്ല, റസൂലുള്ള ചൊല്ലാൻ കൽപ്പിച്ചതുമില്ല. ആരെങ്കിലും ചൊല്ലിയിട്ട് ഓതിയിട്ട് റസൂലുള്ള അംഗീകാരം കൊടുത്തതുമില്ല. അത് തെളിവില്ല. ആകെ പറയപ്പെടാൻ പറ്റുന്ന ഒരു വാചകം ഇത്രേ ഉള്ളൂ. എന്താണ് ഇഖ്റഊ അലാ മൗതാകും യാസീൻ. നിങ്ങള് മരണം ഹാളിർ അല്ലെങ്കിൽ മൗത്തായാൽ അയാളുടെ അടുത്ത് എന്ത് ചെയ്യണം? ഖുർആൻ യാസീൻ ഓതിക്കോളൂ എന്ന് പറയുന്ന ഹദീസുണ്ട്. ആ ഹദീസ് ഉദ്ധരിച്ച പണ്ഡിതന്മാര് തന്നെ പറഞ്ഞിട്ടുണ്ട് ആ ഹദീസ് ദുർബലവുമാണ്. ആ ഹദീസ് ദുർബലവുമാണ്. ദുർബലമായ ഹദീസ് തെളിവിന് പറ്റൂലല്ലോ അശ്വനി. അത് തെളിവ് പറയാൻ പറ്റുന്നതല്ലല്ലോ. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹിന്റെ ഖൗലില്ല, റസൂലുള്ളാഹിന്റെ ഫിഅലില്ല, റസൂലുള്ളാഹിന്റെ തഖ്രീറുമില്ല. ഇത് തെളിയിക്കാൻ കഴിയുമോ? ഇല്ലല്ലോ. അങ്ങനെ തെളിയിച്ചാൽ റസൂലുള്ള മയ്യത്തിന്റെ അടുത്തൊക്കെ ഖുർആൻ ഓതിയിരുന്നു, ഓതാൻ കൽപ്പിച്ചിരുന്നു, സഹാബത്ത് അങ്ങനെ കസേരയിട്ടിരുന്നു, ഓതിയിട്ടുണ്ട് എന്ന് അങ്ങനെ തെളിയിക്കണം കേട്ടോ. അങ്ങനെ തെളിയിച്ചാൽ ഓതാൻ മുജാഹിദുകളും തയ്യാറാണ്. നമുക്കൊരു പിടിവാശിയൊന്നുമില്ല കേട്ടോ, പിടിവാശിയൊന്നുമില്ല. സത്യം വ്യക്തമായാൽ, പ്രമാണബദ്ധമായി തെളിഞ്ഞാൽ സംശയമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം എടുക്കുന്നതിന് യാതൊരു വിഷമവുമില്ല. ഇനി എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ. വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി ഞാൻ പറയാൻ പോവാൻ. എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരാളെ ഞാൻ കെട്ടാൻ പോവാണ്. ഏതായാലും ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. നിങ്ങൾക്ക് കൂട്ടപ്രാർത്ഥന മുജാഹിദുകൾക്ക് ഇല്ല എന്നാ പറഞ്ഞു. മുജാഹിദുകൾ ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞ മുജാഹിദുകൾക്ക് കൂട്ടുപ്രാർത്ഥന ഉണ്ട് എന്നാ പറയാ. അല്ലേ? ഉണ്ടെന്നോ ഇല്ല നിങ്ങളുടെ വാദം? കൂട്ടുപ്രാർത്ഥന ഉണ്ടെന്നോ ഇല്ലാന്നോ? ഉണ്ട് നമ്മൾ പറയാം. കൂട്ടുപ്രാർത്ഥന ഉണ്ട്, ഒറ്റ പ്രാർത്ഥന ഇല്ല നമ്മൾ പറയും. കൂട്ടുപ്രാർത്ഥനയുണ്ട്, ഒറ്റ പ്രാർത്ഥനയില്ല. ഒരാള് ദ്വാരന്നിട്ട് ബാക്കിയുള്ളവരെല്ലാവരും എപ്പോഴും ആമയും പറയുന്ന ഏർപ്പാടില്ല. എല്ലാവരും കൂട്ടമായി പ്രാർത്ഥിക്കട്ടെ എന്നാണ്. നിസ്കാര ശേഷവും അല്ലാത്തപ്പോഴൊക്കെ കൂട്ടമായി പ്രാർത്ഥിക്കട്ടെ എന്നാണ്. ഞാൻ പലപ്പോഴും ചോദിക്കലുണ്ട്, ഈ കൂട്ട ഓട്ടം എന്ന് പറഞ്ഞ എന്താ സാധനം? ഒരാൾ ഓടി ബാക്കിയുള്ളവരെ കൈകൊട്ടല ആണോ? അല്ല, എല്ലാരും പാടെ ഓടല, കൂട്ട ഓട്ടം എന്ന് പറയാ. മനസ്സിലായോ? കൂട്ടുപ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എല്ലാരും പ്രാർത്ഥിക്കലാണ്. അതല്ലേ നിസ്കാര ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും എല്ലാവരും അവരവരുടെ കാര്യം റബ്ബിനോട് പറയുന്നു. അതേ, നെഞ്ചകത്ത് ഒളിപ്പിച്ച ധാരാളം കാര്യങ്ങൾ റബ്ബിനോട് പറയാനുണ്ട്. റബ്ബ് ദുആക്ക് ഉത്തരം നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സമയം അത് ഫർദ് നമസ്കാരത്തിന്റെ ശേഷമാണ്. അതുപോലെ ജൗഫുൽ ലൈലാണ്, റസൂലുള്ള പഠിപ്പിച്ചതാണ്. ആ സമയത്ത് പ്രാർത്ഥിക്കണമെന്ന് റസൂലുള്ള പഠിപ്പിക്കുകയും ചെയ്തു. പക്ഷേ ഒരൊറ്റ നിസ്കാരവും, അതെ 5 വഖ്തിലെ നിസ്കാരങ്ങളിൽ ഒരു ദിവസമെങ്കിലും അള്ളാഹുവിന്റെ റസൂൽ നിസ്കാരം കഴിഞ്ഞിട്ട് തിരിഞ്ഞിരുന്ന് എല്ലാ സഹാബത്തുകളും ആമീനും പറയുന്ന സന്ദർഭമുണ്ടോ? ഇല്ല. അതേ സമയത്ത് ഒരിക്കൽ സഹാബത്ത് ആവശ്യപ്പെട്ടു നബിയോട്. ഒരു സുബഹി നമസ്കാരം കഴിഞ്ഞപ്പോൾ സഹാബത്ത് ചോദിച്ചു, നബിയെ, ഞങ്ങളുടെ മദീനക്ക് വേണ്ടി ഷാമിനോട് ദ്വാരക്കണം നബിയെന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ കൈ ഉയർത്തി ദുആയിരുന്നു എന്ന് ഹദീസിൽ കാണാം. അത് എടുത്തു വെച്ചിട്ട് കൂട്ടുപ്രാർത്ഥനയ്ക്ക് തെളിവാണോ എന്ന്. ഞാൻ ഈ അടുത്ത് ഒരു സംഭവം ഉണ്ടായി, ഞാൻ പറയാണ്. ഈ അടുത്ത് പ്രധാനപ്പെട്ട ഒരാളുടെ പ്രസംഗം ഞാൻ കേട്ടു. വളരെ ഞെട്ടിച്ചു കളഞ്ഞു എന്നെ, വല്ലാതെ ഞെട്ടിച്ചു കളഞ്ഞു. ഞാൻ ഇവിടെ അതാണ് പറഞ്ഞത്, കേരളത്തിലെ വലിയ ഒരു പണ്ഡിതനെ കെട്ടാണ്. കേട്ടോളൂ അദ്ദേഹം പറയണത്. ഇത്രയും വലിയൊരു സമൂഹത്തെ ഇത്രയും വലിയ മാറ്റത്തിലേക്ക് മുഹമ്മദിനെ കൊണ്ടുവന്നിട്ടും
ഒരു മനുഷ്യനെ മുഹമ്മദ് നബിക്ക് അടിക്കേണ്ടി വന്നിട്ടില്ല. ഒരാളെ മാത്രം അല്ലാഹുവിന്റെ റസൂൽ ഒരു പ്രാവശ്യം അടിച്ചിട്ടുണ്ട്. ഇബ്നു ഹജർ തങ്ങള് തുഹ്ഫയിൽ പറഞ്ഞു, പള്ളിയിൽ കൂട്ടായ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സുന്നികൾ അങ്ങനെയാണല്ലോ, ഇമാമ ദുആ ചെയ്യും, മൗമൂമികളൊക്കെ ആമീൻ പറയും. അങ്ങനെയാണ് റസൂൽ പഠിപ്പിച്ചത്. അനസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, സല്ല അലൈഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദഖല അലൈഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫസല്ല ബിനാ വദഅ ലനാ ബിഖൈരിൻ ഫി ദുനിയ വൽ ആഖിറ. റസൂൽ കടന്നു വരും, നിസ്കാരത്തിന് ഇമാമത്ത് നിൽക്കും. അങ്ങനെ ഇമാമത്ത് നിന്നാൽ ആ മൗമൂമികൾക്ക് വേണ്ടി, അവിടെ കൂടിയ ആളുകൾക്ക് വേണ്ടി അല്ലാഹുവിന്റെ റസൂൽ കൂട്ടായി പ്രാർത്ഥന നടത്തും. അതാണ് റസൂലിന്റെ ശൈലി. അത് ബുഖാരിയിലും മുസ്ലിമിലും ഉണ്ട്. ഒരു ദിവസം അല്ലാഹുവിന്റെ റസൂൽ ശ്രദ്ധിച്ചപ്പോൾ ഒരാളുടെ ഒറ്റക്ക് ഇങ്ങനെ ദ്വാരക്ക് ഒരാൾ അല്ലാഹുവിന്റെ റസൂലും എല്ലാം അയാൾ അറിയാതെ എഴുന്നേറ്റ് പോയി കുറച്ചടി കൊടുത്തു. അതും മുഖത്തല്ല, മുഖത്തടിക്കാൻ പാടില്ല. അയാൾ ചുമലിൽ അല്ലാഹുവിന്റെ റസൂൽ ഒറ്റയടി കൊടുത്തു. റസൂൽ ശ്രദ്ധിച്ചപ്പോൾ അയാൾ ഇങ്ങനെ ഒറ്റക്ക് ദ്വാരക്കുക. ഇത് കണ്ടപ്പോൾ ഈ ഒരു അടിയല്ലാതെ അല്ലാഹുവിന്റെ റസൂൽ ജീവിതത്തിൽ ഒരാളെയും അടിച്ചിട്ടില്ല. ശുദ്ധ നുണയാണ് പറഞ്ഞത്, ശുദ്ധ നുണ. എന്തൊക്കെയാണ്? റസൂലുള്ളാഹിന്റെ പേരിൽ കളവ്, സ്വഹാബത്തിന്റെ പേരിൽ കളവ്, സ്വന്തം ഇമാമിന്റെ പേരിലും കളവ്. മനസ്സിലായോ? ഇത് ഞാനിങ്ങനെ കേട്ടപ്പോ എനിക്ക് വല്ലാത്തൊരു അത്ഭുതമായി. പഠിച്ചവനെ തുഹ്ഫയിൽ അങ്ങനെ ഉണ്ടാവുമോ? ഇബ്നു ഹജർ ഹൈതമിയുടെ തുഹ്ഫയിൽ അങ്ങനെ ഉണ്ടോ? കാരണം തുഹ്ഫയൊക്കെ നമ്മൾ ദർസിൽ കോളേജിൽ പഠിക്കുന്ന സമയത്ത് പഠിച്ചിട്ടുള്ള സാധനമാണല്ലോ. ഇതിലെവിടെ അങ്ങനെ ഒരു സംഭവം നമ്മൾ കണ്ടിട്ടില്ലല്ലോ. ഒക്കെ സംശയം. ഉടൻ തന്നെ ഞാൻ എന്റെ പ്രിയപ്പെട്ട ഉസ്താദിനെ വിളിച്ച് ചോദിച്ചു, അതെ ഇങ്ങനെ തുഹ്ഫയിലുണ്ടോ ഒരാളിങ്ങനെ പറയണ്ടെന്ന് പറഞ്ഞു. മോനെ ഞാനിതുവരെ കണ്ടിട്ടില്ലല്ലോ അങ്ങനെയെന്ന്. അങ്ങനെ കേരളത്തിലെ പ്രധാനപ്പെട്ട സമസ്തയിലെ ഒരു പണ്ഡിതൻ, കർമ്മശാസ്ത്ര പണ്ഡിതനെ എന്റെ പ്രിയപ്പെട്ട ഉസ്താദ് വിളിച്ചു ചോദിച്ചു. ഉസ്താദിനോട് അദ്ദേഹം പറഞ്ഞു, ഞാൻ മുജാഹിദുകൾക്ക് മറുപടി പറയാൻ വേണ്ടി 10 കിതാബ് മുതൽ തുഹ്ഫ വരെ തെളിവുദ്ധരിക്കാൻ എടുത്തു നോക്കിയിട്ടുണ്ട്. പക്ഷേ റസൂലുള്ളാഹ് നമസ്കാര ശേഷം 5 വഖത്തിലും കൂട്ടുപ്രാർത്ഥന നടത്തിയെന്ന് ഇവർ പറയുന്ന പ്രാർത്ഥന ഉണ്ടല്ലോ, അത് റസൂലുള്ളാഹ് നടത്തിയതായി ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ ഈ സാധനം ഞാൻ അന്വേഷിച്ചു. അവസാനം പ്രിയപ്പെട്ടവരെ, നിസ്കാരത്തിന്റെ ബാബിൽ, സിഫത്തു സലാത്തിന്റെ ബാബിൽ ഒരു വിഷയമുണ്ട്. എന്താണ് ആ വിഷയമെന്നറിയുമോ? അപ്രകാരം തന്നെയാണ് അത്തഹിയ്യാത്ത് ഓതിക്കഴിഞ്ഞാൽ, സലാത്തും കഴിഞ്ഞാൽ ദുആ ഇറക്കണം. എന്നിട്ടതാ ഇബ്നു ഹജർ ഹൈതമി തന്റെ തുഹ്ഫയിൽ പറയുന്നു, ഐ ബഅദഹാ, അതായത് അത്തഹിയ്യാത്തിനും സലാത്തിനും ശേഷം പറയണം. ഇതിങ്ങനെ പറഞ്ഞിട്ട് അദ്ദേഹം പറയുകയാണ്, നിസ്കാരത്തിന്റെ അവസാനത്തിൽ അത്തഹിയ്യാത്തിൽ പ്രാർത്ഥിക്കണം. ആ സമയത്ത് റസൂലുള്ളാഹ് പഠിപ്പിച്ചതുപോലെയുള്ള പ്രാർത്ഥന ചെയ്യണം കേട്ടോ. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ആ സ്ഥലത്ത് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഏകവചനത്തിൽ പ്രാർത്ഥിക്കരുത് കേട്ടോ, ബഹുവചനമാണ് അവിടെ ഉപയോഗിക്കേണ്ടത്. എവിടെ അത്തഹിയ്യാത്ത് ഓതിയതിന് ശേഷം ആ സ്ഥലത്ത് പ്രാർത്ഥിക്കുന്ന സമയത്ത് ബഹുവചനമാണ് ഉപയോഗിക്കേണ്ടത്. എന്നിട്ട് അതാ അദ്ദേഹം എടുത്തു കൊടുക്കുകയാണ്. ഒരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ റസൂലുള്ളാഹ് നിസ്കരിച്ചിട്ട് വരുമ്പോൾ അതാ ഒരാൾ അവിടെ ഇരിക്കുന്നു. അദ്ദേഹം നിസ്കാരത്തിലാണ്. ആ നിസ്കാരത്തിലിരിക്കുന്ന സഹോദരൻ അത്തഹിയ്യാത്തിന്റെ ഹാലത്തിൽ അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി എന്ന് പ്രാർത്ഥിക്കുന്നത് റസൂലുള്ളാഹ് കേട്ടു. ഉടൻ തന്നെ റസൂലുള്ളാഹ് അദ്ദേഹത്തിന്റെ ചുമലിൽ തട്ടിയിട്ട് പറഞ്ഞു, അമ്മിൻ ഫീ ദുആഇക, ഓ പ്രിയപ്പെട്ട സഹോദരാ, നീ നിന്റെ പ്രാർത്ഥനയിൽ നീ ബഹുവചനം ഉപയോഗിക്കുക കേട്ടോ. ഇങ്ങനെ നിസ്കാരത്തിൽ അത്തഹിയ്യാത്തിന്റെ ഉള്ളിൽ ബഹുവചനം ഉപയോഗിക്കാൻ പറഞ്ഞതിന് എടുത്തിട്ട് റസൂലുള്ളയും സഹാബത്തും നിസ്കരിച്ചിട്ട് കൂട്ടുപ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുന്ന സമയം അതാ അപ്പുറത്ത് മാറി ഒരു സഹാബി ഒറ്റക്ക് പ്രാർത്ഥിക്കുന്നത് കണ്ട് റസൂലുള്ള ചെന്ന് അടിച്ചു എന്ന് ശുദ്ധമായ നുണ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നു. അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിൽ നുണ. നിങ്ങൾ നോക്കൂ, റസൂലുള്ളയും സഹാബത്തും ഒരു പ്രവർത്തനം ചെയ്യുമ്പോൾ റസൂലുള്ളാഹിന്റെ അനുയായികളുടെ സ്വഭാവം എന്താ? നബി തങ്ങൾ പറഞ്ഞാൽ അതിനപ്പുറമില്ലല്ലോ. പക്ഷേ
റസൂലുള്ളാഹിന്റെ സഹാബ് റസൂലുള്ളാഹിനെ അനുസരിക്കാത്തവരാണെന്ന് വരുത്തി തീർക്കുന്ന വർത്തമാനം അതേ ഒരു സഹാബി മാറിയിരുന്ന ഒറ്റക്ക് ആയിരുന്നു അത്രേ. സഹാബിയുടെ പേരിലും തെറ്റിദ്ധരിപ്പിക്കുന്നു. മാത്രമല്ല എന്റെ പ്രിയപ്പെട്ടവരെ, അത് മാത്രമല്ല അവസാനത്തിൽ പറയുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ചെയ്തത് തുഹ്ഫയിലുണ്ട് എന്നാണ് പറഞ്ഞത്. ആ തുഹ്ഫയിലില്ല, അത് തെളിയിക്കാൻ സാധ്യമാകുമോ? സാധ്യമേയല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, കൂട്ടുപ്രാർത്ഥനയ്ക്ക് തെളിവുണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടെ വന്ധ്യരായ ഉസ്താദുമാർ ഇത്തരമൊരു ദുർവ്യാഖ്യാനത്തിനും കളവിനും മുതിരാകുമായിരുന്നില്ല. അശ്വനി, കൂട്ടുപ്രാർത്ഥനയ്ക്ക് തെളിവുണ്ടെങ്കിൽ, സഹിഹായ ഹദീസ് ഉണ്ടെങ്കിൽ അതങ്ങെടുത്ത് ഉദ്ധരിക്കല്ലേ ചെയ്യാം. ഇല്ലല്ല, അതില്ലാത്തത് കൊണ്ടാണ് നിങ്ങളെ ഉസ്താദ് അതെ AP മുഹമ്മദ് മുസ്ലിയാർ കാന്തപുരം അവർകൾ അദ്ദേഹം അതാ എടുത്തുദ്ധരിച്ചത്, കളവ് പറഞ്ഞത്. മനസ്സിലായോ പ്രിയപ്പെട്ട സഹോദരന്മാരെ? ഇനി നിങ്ങൾ നോക്കൂ പ്രിയപ്പെട്ടവരെ, ഇവിടെ വലിയൊരു ആരോപണം പറഞ്ഞു, ഞാൻ ക്ലിപ്പിടുന്നില്ല. വലിയൊരു ആരോപണം പറഞ്ഞു. എടമുട്ടം സംവാദത്തിൽ ആരാ ഇസുദ്ദീൻ കാമിൽ സഖാഫിയുടെ ലേഖനം വായിച്ചിട്ട് അപ്പുറത്തും ഇപ്പുറത്തും കട്ടാണ് ഇവർ വായിച്ചത്. ഇവിടെ വന്നിട്ട് പറഞ്ഞാണ്. ഏതായാലും നമ്മൾ വായിച്ചത് അങ്ങനെയാണെന്നാ പറഞ്ഞത്. അച്ഛനിക്കൊരു തൃപ്തി ഉണ്ടാവട്ടെ, ഞാൻ മൊത്തം വായിക്കാൻ പോവാ. എന്തായാലും ഞാൻ പറയട്ടെ, അല്ലാഹു അല്ലാത്തവരുടെ മുന്നിൽ സുജൂദ് ചെയ്താലും ശിർക്കാവുകയില്ല. അത് കർമ്മശാസ്ത്ര വിഷയത്തിൽ കുഫറായ ഹറാമായേക്കാം. മഅ്ദുനുൽ ഉലൂം സപ്ലിമെന്റിലാണ് ഇത് ലേഖനമുള്ളത്. കേട്ടോ, ഞാനതൊന്ന് വായിക്കട്ടെ. വിശ്വാസം ഹൃദയത്തിലാണ്. എപ്പോൾ ഏത് വിശ്വാസ പ്രകാരമാണ് അത് ചെയ്തതെന്നറിയാതെ തീരുമാനമെടുക്കാൻ പാടില്ല എന്നതാ വിഷയം പറഞ്ഞ് അവസാനിപ്പിച്ചിട്ട് അദ്ദേഹം പോയിന്റ് പറയുന്നു. വിശ്വാസ പ്രമാണങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സത്യവിശ്വാസി യാതൊരു കഴിവും കാര്യവും അല്ലാഹു തആലക്കല്ലാതെ മറ്റാർക്കുമില്ലെന്നും ഏതുവിധ സഹായമായാലും അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് മാത്രമാണെന്നും ഉറച്ചു വിശ്വസിക്കുന്ന ഒരു സുന്നി മറ്റൊരാൾക്ക് സുജൂദ് ചെയ്താൽ പോലും അത് ശിർക്കാവുകയില്ല. ബ്രാക്കറ്റിൽ കർമ്മശാസ്ത്ര വീക്ഷണത്തിൽ അത് ഹറാമായേക്കാം. കഴിഞ്ഞില്ല. എന്നിട്ട് പറയാണ്, ഈ പറഞ്ഞു വെച്ചത് നേരെ കൊണ്ടുപോകുന്ന എങ്ങോട്ട്? ആദം നബിയിലേക്ക്. അതുകൊണ്ടാണല്ലോ അല്ലാഹു തആല ആദം നബിക്ക് സുജൂദ് ചെയ്യുവാൻ മലക്കുകളോട് കൽപ്പിച്ചത്. ഭൂമിയിലെ കാര്യം പറഞ്ഞ ആകാശത്തേത് പറയും, ആകാശത്തത് പറഞ്ഞാൽ ഭൂമിയിലത് പറയും. നേരെ അങ്ങോട്ട് ഇങ്ങോട്ട് ചാടിക്കുവര്. ഇസ്തിഹാസ പറഞ്ഞ ഉടനെ പോകും മൂസാ നബിയിലേക്ക്. കണ്ടോ, മൂസാ നബി സഹായിച്ചില്ലെന്ന് പറയും. അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കൊണ്ടുപോകും. മനസ്സിലായോ? എന്നിട്ടോ സൽസബീലിന്റെ പേരിൽ ഒരു കളവും. എന്താ സൽസബീൽ സൽസബീലിന്റെ ഉദ്ധരണി? അതെ, ഒരാൾ വിഗ്രഹത്തിന് മുമ്പിൽ സുജൂദ് ചെയ്യുന്നത് കണ്ടാൽ പെട്ടെന്ന് മുശ്രിക്കാണെന്ന് പറഞ്ഞു പോകരുത്. കാരണം അയാൾ മറ്റെന്തെങ്കിലും ലക്ഷ്യത്തിലാകാം അത് ചെയ്തത്. സുജൂദ് ചെയ്യുക എന്ന വിഷയം ബഹുമാനപ്പെട്ട ഉമർ മൗലവി പറഞ്ഞിട്ടില്ല. കണ്ടോ, ഇതാണ് ആ സെൽസബീല്. ആ സെൽസബീലിൽ അദ്ദേഹം പറയുകയാണ്, സൃഷ്ടികൾക്ക് സുജൂദ് ചെയ്യുക എന്നത് ശിർക്ക് തന്നെയാണ് എന്നതിൽ തർക്കമില്ല. എന്നിട്ട് അദ്ദേഹം പറയാണ്, എന്നാൽ ഒരാൾ ഒരു വിഗ്രഹത്തിന്റെ അടുക്കൽ നെറ്റിത്തടം ഭൂമിയിൽ വെച്ചുകൊണ്ട് സുജൂദിന്റെ രൂപത്തിൽ കിടക്കുന്നത് കണ്ടാൽ അയാൾ മുശ്രിക്കാണെന്ന് പെട്ടെന്ന് പറയരുത്. വിഗ്രഹത്തിന് സുജൂദായിട്ട് തന്നെയാണോ അങ്ങനെ കിടന്നത്, അഥവാ വേറെ വല്ല നിലയിലോ എന്ന് ഒരു അന്വേഷണം നടത്തേണ്ടതാണ്. അത് കൂടാതെ പെട്ടെന്ന് വിധി പറഞ്ഞാൽ ചിലപ്പോൾ അപകടത്തിലായി പോകും. കണ്ടോ, ഒരാൾ വിഗ്രഹത്തിന്റെ അടുത്ത് ഇങ്ങനെ കിടക്കണം, തോന്നാ സുജൂദി കിടക്കുന്ന രൂപത്തിൽ ഇങ്ങനെ കിടക്കണ അയാള്. അത് കണ്ടാൽ ഉടനെ അവൻ മുശ്രിക്കാണെന്ന് പറയരുത്. ഒരുപക്ഷെ എന്തേലും ആവശ്യത്തിന് അവിടെ പോയി അങ്ങനെ വീണായിരിക്കും. അതിന് സുജൂദായിട്ട് തന്നെയാണോ കിടക്കുന്നത്, വിഗ്രഹത്തിന് തന്നെയാണോ സുജൂദ് എന്ന് പരിശോധിക്കണം എന്നാ പറഞ്ഞത്. അതിനിവർ പറഞ്ഞ ഒരു അന്വേഷണ കമ്മീഷനെ വെച്ച് എന്നിട്ട് തീരുമാനമെടുത്താൽ മതി. ഉമർ മൗലവിയുടെ പേരിൽ ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കല. അതേസമയത്ത് ഇതെന്താ പറഞ്ഞത്? മറ്റൊരാൾക്ക് സുജൂദ് ചെയ്താൽ പോലും, സുജൂദിന്റെ രൂപത്തിൽ ചെയ്യാന്നല്ല, സുജൂദ് ചെയ്താൽ പോലും ശിർക്കാവൂല. പിന്നെ എന്താവുള്ളൂ? കർമ്മശാസ്ത്ര വിഷയത്തിൽ ഹറാമേ ആവുള്ളൂ. ഇതേ വിഷയം ഇവര് സംഗതി എന്താണെന്ന് മനസ്സിലായില്ല.
ഇതേ വിഷയം പേരോടിനോട് ഒരാൾ ചോദ്യം ചോദിച്ചു, അറബി സക്കാഫിനോട് ചോദ്യം ചോദിച്ചു. ഇങ്ങനെ ഒരാൾ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് ഷിർക്കാവൂലാന്ന്, പിന്നെ ഹറാമാവൂലാന്ന് പറയും, ഹറാമാവുള്ളൂ എന്ന് പറഞ്ഞല്ലോ, എന്താ പറയാ? അതേ മൂപ്പരെ സമ്മതിച്ചു, അത് ഷിർക്കൊന്നും ആവൂലാന്ന് പറഞ്ഞു. ഉടനെ പേരോടിനോട് ഇതേ ചോദ്യം ചോദിക്കാൻ. അപ്പൊ മൂപ്പര് പറയാണ്, ഷിർക്കാവൂലാന്ന് ഏ സക്കായി പറഞ്ഞാൽ ആ സക്കായി വഴിച്ചു പോയി എന്നല്ലാതെ നമുക്ക് വേറെ വർത്താനൊന്നുമില്ല. രണ്ടു കൂട്ടരും വിഷയറിയില്ല എന്താ സംഗതിയാണ്. മനസ്സിലായോ? ഇവര് തമ്മിലെത്തിയ ഈ വിഷയം അറിയാതെ അങ്ങ് അടിക്കാൻ. പ്രമാണങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സത്യവിശ്വാസി യാതൊരു കഴിവും കാര്യവും അള്ളാഹു തആലാക്കല്ലാതെ മറ്റാർക്കുമില്ലെന്നും ഏതുവിധ സഹായമായാലും അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് മാത്രമാണെന്നും ഉറച്ചു വിശ്വസിക്കുന്ന ഒരു സുന്നി മറ്റൊരാൾക്ക് സുജൂദ് ചെയ്താൽ പോലും അത് ശിർക്കാവുകയില്ല. അത് അഖീദയുടെ വീക്ഷണത്തിൽ അത് ശിർക്കാവുകയില്ല എന്ന് തന്നെയാണ് ഉസ്താദിന് പറയാനുള്ളത്. അവൻ കാഫിറാണെന്ന് ഹുക്മ് ചെയ്യപ്പെടും. പഠിച്ചോളി. അള്ളാഹു അല്ലാത്തവർക്ക് സുജൂദ് ചെയ്താൽ ശിർക്കാവുകയില്ലെന്ന് ഏത് സക്കാഫി പറഞ്ഞാലും ആ സക്കാഫി വഴച്ചു നിൽക്കുകയല്ലാതെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം യാതൊരു എത്ര സക്കാഫി, ഒരു സക്കാഫി കാദിയാനിയായി അവൻ കാഫിറാണെന്ന് ഹുക്മ് ചെയ്യപ്പെടും. പഠിച്ചോളി. അവൻ കാഫിറാണെന്ന് ഹുക്മ് ചെയ്യപ്പെടും. പഠിച്ചോളി. അള്ളാഹു അല്ലാത്തവർക്ക് സുജൂദ് ചെയ്താൽ ശിർക്കാവുകയില്ലെന്ന് ഏത് സക്കാഫി പറഞ്ഞാലും ആ സക്കാഫി വഴച്ചു നിൽക്കുകയല്ലാതെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം യാതൊരു എത്ര സക്കാഫി, ഒരു സക്കാഫി കാദിയാനിയായി. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരുടെ ഞാൻ പറയാണ്, ഇത് മുജാഹിദുകൾ തെറ്റിച്ച് പിന്നെ കട്ട് വായിക്കേണ്ട സ്ഥിതി നമുക്കില്ല, ഉള്ളത് തന്നെ വായിക്കാനുള്ള സമയം തന്നെ ഇല്ല. കേട്ടോളൂ. ഇനി അടുത്ത് നിങ്ങൾ നോക്കും, ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞു, ബിദ്അത്ത് വ്യഭിചാരത്തെക്കാൾ വലുതായി പോയി. വ്യഭിചാരത്തെക്കാൾ വലുതാണെന്ന് പറഞ്ഞ് മൂപ്പര് കുറെ കളിയാക്കി. അത് നമ്മൾ മറുപടി പറയുന്നില്ല. എന്തായാലും കളിയാക്കുന്നത് മൂപ്പരും അള്ളയും കൂടി ആയിക്കോട്ടെ, നമുക്ക് ഏതായാലും അത് വേണ്ട. അതേ സമയത്ത് അദ്ദേഹം പറയുന്നുണ്ട്, മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞു എന്താണ്, ഈ വിഷയം വ്യഭിചാരത്തെക്കാൾ വലുതാണ് എന്ന് മുജാഹിദുകൾ പറഞ്ഞു എന്നാണ്. അത് പേരോട് തന്നെ ഈ ക്ലിപ്പ് ഇടുന്നുണ്ട്. പേരോട് അങ്ങ് തലക്കുന്ന തുടങ്ങുന്നുണ്ട്. ഈ ക്ലിപ്പ് അങ്ങ് തലക്കുന്ന തുടങ്ങാം. എല്ലാവർക്കും കുട്ടികൾക്കൊക്കെ വീതിച്ചു കൊടുക്കുക. എല്ലാവരും പറഞ്ഞോളിയും കണ്ടോളിയും. പേരോട് പറഞ്ഞു, എല്ലാ മുസ്ലിമീങ്ങളെയും മുശ്രിക്കീകളാക്കി പ്രസംഗിക്കുന്നത് നിങ്ങൾ കേട്ട മൗലവിമാരെ കൂട്ടത്തിൽ മുജാഹിദ് ബാലുശ്ശേരി എന്ന് പറയുന്ന ഇവിടെ നാദാപുരത്ത് കൊണ്ടുവന്ന് മൗലവിമാരെ പ്രസംഗിപ്പിച്ച മൗലവി, ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ മൗലവിനെ ഞാൻ തൊപ്പിയിടിക്കും. അയാൾ തൊപ്പി ഇട്ടിട്ട് മിമ്പർമെന്ന് പറയുന്നത് കേട്ടോളൂ. എന്താ പറയുന്നതെന്നറിയോ? നിസ്കാരത്തിന്റെ ശേഷം കൂട്ടുപ്രാർത്ഥന നടത്തുന്നത് വ്യഭിചാരത്തെക്കാൾ വലിയ തെറ്റാണ്, കള്ളു കുടിക്കുന്നതിനേക്കാൾ വലിയ തെറ്റാണ്. സുബ്ഹാനല്ലാഹ് പറയുന്നത് തീർത്തു നിങ്ങൾ കേട്ടോളി. വ്യഭിചാരവും കള്ളുടിയുന്ന അത്ര വലിയ പ്രശ്നമല്ല, അതിനേക്കാളൊക്കെ വലിയ തെറ്റ് നിസ്കാരത്തിന്റെ ശേഷം കൂട്ടുപ്രാർത്ഥന നടത്തുന്നതും ഖുനൂത്ത് ഓതുന്നതുമാണ്. കേട്ടോളി, നിങ്ങളൊന്ന് വെച്ചുകൊടുത്താ മോനെ. ഒരു തിന്മ ഒരാൾ വ്യഭിചരിക്കുന്നതിനേക്കാൾ, ഒരാൾ മദ്യപിക്കുന്നതിനേക്കാൾ, ഒരാൾ പലിശ കൊടുക്കുന്നതിനേക്കാൾ, ഒരാള് ഈ നിലക്ക് അധർമ്മം പ്രവർത്തിക്കുന്നതിനേക്കാൾ, അളവിലും ദുഃഖത്തിലും കൃത്രിമം പ്രവർത്തിക്കുന്നതിനേക്കാൾ പിശാചിന് ഏറ്റവും ഇഷ്ടം നമസ്കാരത്തിന് ശേഷമുള്ള കൂട്ടുപ്രാർത്ഥനയാകുന്ന ബിദ്അത്ത്, സുബഹിക്ക് ശേഷമുള്ള ഖുനൂത്താകുന്ന ബിദ്അത്ത്. ഒരാൾ വ്യഭിചരിക്കുന്നതിനേക്കാൾ വലിയ തിന്മ. സുബ്ഹാനല്ലാഹ്. കേട്ടില്ലേ? അപ്പോ വ്യഭിചരിക്കുന്നതിനേക്കാൾ വലിയ തിന്മ, കള്ളു കുടിക്കുന്നതിനേക്കാൾ വലിയ തിന്മ, മദ്യപിക്കുന്നതിനേക്കാൾ വലിയ തിന്മ, പലിശ വാങ്ങിത്തുന്നതിനേക്കാൾ വലിയ തിന്മ നിസ്കാര ശേഷം കൂട്ടുപ്രാർത്ഥന നടത്തുന്നത്. പിന്നെ മൗലവി പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ? നിസ്കാരത്തിന്റെ ശേഷം ഖുനൂത്ത് ഓതുന്നത്. അതും കൂടി പഠിച്ചില്ല. ഖുനൂത്ത് എപ്പോഴാണ്? നിസ്കാരത്തിന്റെ ശേഷം ഖുനൂത്ത് ഓതാനുണ്ടോ ആരെങ്കിലും? സുബ്ഹാനല്ലാഹ്. കണ്ടോ? മുജാഹിദ് ക്ലിപ്പിട്ട് ഇത്തിരി ഇട്ട് കഴിഞ്ഞു നിർത്തി. എന്നാലേ മുജാഹിദ് ബാലുശ്ശേരിയുടെ ക്ലിപ്പ് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഇവിടെ ഇട്ട ഓരോ ക്ലിപ്പും അതതിന്റെ തനതായ രൂപത്തിൽ തൊട്ടപ്പുറത്തും ഇപ്പുറത്തും നിങ്ങൾക്ക് കേൾപ്പിക്കാമോ? ഞാനിതാ ഗ്യാരണ്ടി പറയുന്നു, ഞാൻ ഇവിടെ ഇട്ട ക്ലിപ്പുകൾ ഓരോന്നും അതിന്റെ അപ്പുറവും ഇപ്പുറവും കേൾപ്പിച്ചാലും ഞങ്ങൾ പറഞ്ഞ വിഷയത്തിനെതിരാവില്ല. അതേ സമയത്ത് മുജാഹിദുകളുടെ ക്ലിപ്പിടുന്നതോ അപ്പുറത്തുനിന്ന് ഒരു മിനിറ്റ് അങ്ങോട്ട് നീങ്ങിയാൽ, ഒരു അരമിനിറ്റ് ഇങ്ങോട്ട് നീങ്ങിയാൽ പറയുന്ന വിഷയം നേരെ എതിരായി പോകും കേട്ടോ.
കേട്ടോളൂ, മുജാഹിദ് ബാലുശ്ശേരി വിശദീകരിക്കുന്നു. വിദേഹത്ത് വ്യഭിചാരത്തെക്കാൾ വലിയ പാപമാണ് എന്ന് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞ് വലിയൊരു പ്രചരണം. അത് കേട്ട പല മുജാഹിദിന്റെ ആളുകളും എന്നെ വിളിച്ച് എന്താ നിങ്ങള് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന്. എന്താണ് യഥാർത്ഥത്തിൽ അത്? നിങ്ങൾ ആരെങ്കിലും കേട്ട ഒരു ഖുതുബയാണ് തിരുവനന്തപുരത്തെ സലഫി മസ്ജിദിൽ നടന്നിട്ടുള്ള ഒരു ഖുതുബ. ആ ഖുതുബയാണ് ഞാൻ അവിടെ വിശദീകരിച്ചത്. അതായത് വിദേഹത്തിന്റെ ഗൗരവം വിശദീകരിക്കുന്ന ഒരു ഖുതുബ. ആ കേസറ്റിലെ ഡീറ്റെയിൽ അവിടെ നിന്നാണ് ഈ കളവ് കാണിക്കുന്നത് എന്നുകൂടെ നിങ്ങൾ മനസ്സിലാക്കുമ്പോ അള്ളാഹുവിന് ഇവർക്ക് പേടിയില്ല എന്നത് വളരെ വ്യക്തമായി നിങ്ങൾക്ക് ബോധ്യപ്പെടും. ആ ഭാഗം നിങ്ങളൊന്ന് കേൾക്കുക. പണ്ഡിതന്മാർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ നമുക്കിങ്ങനെ സംഭവിക്കുമായിരുന്നില്ല. മഹാനായ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നു, ഇബ്നു ഉമർ എല്ലാ ബിദ്അത്തും വഴികേടാണ്, വകുല്ലു ബിദ്അത്തിൻ ളലാല, എല്ലാ വഴികേടും ബിദ്അത്താണ്. നിങ്ങൾ മനസ്സിലാക്കണം ആ ബിദ്അത്ത്. എന്നിട്ട് അദ്ദേഹം പറയാൻ, ജനങ്ങൾ അതിനെ നല്ലതായി കണ്ടാലും ശരി, ബിദ്അത്തിനെ ജനങ്ങൾ നല്ലതായി കണ്ടാലും ശരി, അത് വഴികേടാണ്. വകുല്ലു ബിദ്അത്തിൻ ളലാല, ആ വഴികേടുകളെല്ലാം നരകത്തിലേക്കാണ്. ഈ വസ്തുത നമ്മൾ മനസ്സിലാക്കണം. ഇത് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നതാണ്. സുഫിയാനു സൗരി റഹ്മത്തുള്ളാഹി അലൈഹി, സുഫിയാനു സൗരി പറയാൻ നോക്ക്, തിന്മകളെക്കാൾ പിശാചിന് ഏറ്റവും ഇഷ്ടം ബിദ്അത്താണ്. ഒരു തിന്മ ഒരാൾ വ്യഭിചരിക്കുന്നതിനേക്കാൾ, ഒരാൾ മദ്യപിക്കുന്നതിനേക്കാൾ, ഒരാൾ പലിശ കൊടുക്കുന്നതിനേക്കാൾ, ഒരാള് ഈ നിലക്ക് അധർമ്മം പ്രവർത്തിക്കുന്നതിനേക്കാൾ, അളവിലും ദുഃഖത്തിലും കൃത്രിമം പ്രവർത്തിക്കുന്നതിനേക്കാൾ പിശാചിന് ഏറ്റവും ഇഷ്ടം നമസ്കാരത്തിന് ശേഷമുള്ള കൂട്ടുപ്രാർത്ഥനയാകുന്ന ബിദ്അത്ത്, സുബഹിക്ക് ശേഷമുള്ള കുനൂത്താകുന്ന ബിദ്അത്ത്, ഒരാൾ വ്യഭിചരിക്കുന്നതിനേക്കാൾ വലിയ തിന്മ. സുബ്ഹാനല്ലാഹ്, ഇത് പറഞ്ഞവൻ KNM-ന്റെ പ്രസിഡന്റ് അല്ല, സെക്രട്ടറി അല്ല. സമൂഹമേ, നിങ്ങൾക്ക് എന്തുകൊണ്ട് മനസ്സിലാകുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തുകൊണ്ട് നിങ്ങൾക്കിത് മനസ്സിലാകുന്നില്ല? ഒരാൾ വ്യഭിചരിക്കുന്നത് കണ്ടാൽ, മറുഭാഗത്ത് ഒരാൾ നമസ്കാരാനന്തര കൂട്ടുപ്രാർത്ഥന കണ്ടാൽ പിശാച് ഏറെ സന്തോഷിക്കുക. വ്യഭിചരിക്കുന്ന പ്രവൃത്തിയല്ല ഈ കൂട്ടുപ്രാർത്ഥന നടത്തുന്ന മുസ്ലിയാരെ കൊണ്ടാണ് എന്ന് പറയുന്നത് സുഫിയാനു സൗരിയാണ്. സുഫിയാനു സൗരി KNM-ന്റെ പ്രസിഡന്റ് അല്ല. മനുഷ്യരെ, ഇനിയെങ്കിലും നിങ്ങൾക്കിത് മനസ്സിലാകുമോ? എനിക്കറിയില്ല. മനസ്സിലായല്ലോ? ഹൃദയം എന്ന് പറഞ്ഞൊന്ന് സ്പന്ദിക്കുന്ന ഹൃദയമുള്ള മനുഷ്യരെ, ഞാനല്ല അത് പറഞ്ഞത്. എന്റെ പേരിൽ എന്തെല്ലാം പുകിലുകൾ. മഹാനായ സുഫിയാനു സൗരി പറഞ്ഞ ഉദ്ധരണിയാ പറഞ്ഞു, അബ്ദുല്ലാഹിബ്നു ഉമർ പറഞ്ഞ ഉദ്ധരണിയാ പറഞ്ഞു. ഇസ്ലാമിൽ ശിർക്ക് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ തിന്മ ബിദ്അത്താ. കാരണം അത് മതമുണ്ടാക്കലാണ്. ബിദ്അത്ത് സുന്നത്തിന്റെ സ്ഥാനത്ത് വരുമ്പോ നല്ല ആത്മാർത്ഥമായി, നല്ല തേട്ടത്തോടെ, അതിനെന്തിനാ പശ്ചാത്താപോ? കൂട്ടുപ്രാർത്ഥന, നമസ്കാരാനന്തരമുള്ള കൂട്ടുപ്രാർത്ഥന സുന്നത്താണ് എന്നുള്ള നിലയ്ക്ക് ഇഖ്ലാസോടുകൂടിയാ ചെയ്യുന്നത്. അതുകൊണ്ട് പശ്ചാത്താപമല്ല. വ്യഭിചാരം ചെയ്താൽ പശ്ചാത്താപമുണ്ട്. അതാണ് ഹറാമിനേക്കാൾ വലുതാണ് ബിദ്അത്ത്. കാരണം അതല്ല അള്ളാഹു അനുവദിച്ചിട്ടില്ലാത്ത കാര്യം മതമായി അവർക്ക് നിശ്ചയിച്ചു കൊടുത്ത വല്ല പങ്കാളികളൊക്കെ ഉണ്ടോ? അപ്പൊ ഒരു ബിദ്അത്ത് ഒരു ഉസ്താദ് ഉണ്ടാക്കി അത് ദീനാണെന്നൊരാൾ വിശ്വസിച്ചാൽ ആ വിശ്വസിച്ച വ്യക്തി മുശ്രിക്കായി. അള്ളാഹു പറയാ. അപ്പൊ നിങ്ങൾക്കറിയോ വ്യഭിചാരത്തെക്കാൾ വലിയ തിന്മയാണോ ശിർക്കാവുക എന്നുള്ളത്? നിങ്ങൾ ചിന്തിക്കേ. പണ്ഡിതന്മാർ, എനിക്ക് ചുരുങ്ങിയത് സുന്നി പണ്ഡിതന്മാർ, നിങ്ങൾ ദീന് പഠിക്ക്. ജീവിതത്തില് മരിച്ചു പോവും, ഏത് നിമിഷവും മരിച്ചു പോകും. വമാ തദ്രീ നഫ്സും മാദാ തക്സിബു ഗദൻ വമാ തദ്രീ നഫ്സും ബിഅയ്യി അർളിൻ തുമൂത്. ഏത് ഭൂമിയിൽ വെച്ചാ നിങ്ങൾ മരിക്കുക, നാളെ എന്താ നിങ്ങൾക്ക് സംഭവിക്കുക, അതൊന്നും നിങ്ങൾക്ക് പറയാനാവില്ല. അപ്പൊ നിങ്ങൾ നോക്ക്, ബിദ്അത്ത് വ്യഭിചാരത്തെക്കാൾ സുഫിയാനു സൗരിയുടെയും അബ്ദുല്ലാഹിബ്നു ഉമറിന്റെയും ഉദ്ധരണിയാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഒരു ഉദ്ധരണി ഇല്ല എന്നല്ലേ മുസ്ലിയാക്കന്മാർ പറയേണ്ടത്? അല്ലേ? അങ്ങനെ ഒരു വാദമില്ല ഇസ്ലാമിന്. ബിദ്അത്ത് വ്യഭിചാരത്തെക്കാൾ താഴെയാകുന്നു, പലിശയേക്കാൾ താഴെയാകുന്നു എന്നല്ലേ പറയേണ്ടത്? പക്ഷെ അതൊന്നും പറയലല്ല അവരുടെ ഉദ്ദേശം, ആളുകളെ തെറ്റിദ്ധരിപ്പിക്കലാകുന്നു എന്ന് നമ്മളെല്ലാവരും ഈ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്നാണ് എനിക്ക് നിങ്ങളോട് ഈ കാര്യത്തിൽ സൂചിപ്പിക്കാനുള്ളത്. കേട്ടോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹൃദയം എന്ന ഒന്ന് ഈ പണ്ഡിതന്മാർക്കുണ്ടെങ്കിൽ ഇത്തരം നികൃഷ്ടമായ പ്രവർത്തനം അവർ നടത്തുമായിരുന്നില്ല. നോക്കൂ നിങ്ങൾ, ഇത് കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇനി മാത്രമല്ല, വളരെ പെട്ടെന്ന് ഞാനൊന്നിടാം, ഇത് മുജാഹിദുകൾ മാത്രമല്ലല്ലോ ബിദ്അത്ത് വ്യഭിചാരത്തെക്കാൾ കടുത്താണെന്ന് പറഞ്ഞത്. പൊന്മുള ഇവരുടെ ഉസ്താദുമാരിൽപ്പെട്ട ഇവരുടെ ഉസ്താദുമാർ മാത്രമല്ല, ഇവരുടെ സംഘടനയുടെ മുഫ്തി കൂടിയായ പൊന്മുള അബ്ദുൽ ഖാദർ മുസ്ലിയാർ പറയുന്നത് കേട്ടോളൂ പെട്ടെന്ന്. കള്ളുകൂടി മഹാപാപമാണ്.
അള്ളാഹു ഹറാമാക്കിയ നഫ്സിനെ കൊല്ലൽ മഹാപാതകമാണ്. വ്യഭിചാരം മഹാപാതകമാണ്, കുറ്റമാണ്. അങ്ങനെയൊക്കെ മഹാകുറ്റങ്ങൾ തന്നെയാണെങ്കിലും ആ കുറ്റങ്ങൾ ചെയ്തവൻ ഇസ്ലാമിന് പുറത്താണ്, കാഫിറാണെന്ന് നാം പറയുന്നില്ല. കാരണം അവർക്കറിയാം ഞാൻ ചെയ്തത് കുറ്റമാണ്, ഇത് തെറ്റാണ്, പാപമാണ്, അള്ളാഹു പുറത്തു വരുമോ അവർക്കറിയാം. അതുകൊണ്ട് തന്നെ ഒരു വേളയിൽ അവർ പറയും, ഇതാ ഞങ്ങൾ പാപം ചെയ്തു പോയി, ഞങ്ങൾക്കതിൽ നിന്ന് മുക്തി കിട്ടണം. അതുകൊണ്ട് തന്നെ സയ്യിദുമാരെ കാണുമ്പോൾ, ആലിമീങ്ങളെ കാണുമ്പോൾ, സാലിഹീങ്ങളെ കാണുമ്പോൾ ദുആ ചെയ്യാൻ വേണ്ടി പറയും. ഈ സ്വഭാവം മുബത്തദിയിൽ കാണില്ല. കാരണം അവൻ വിശ്വസിക്കുന്നത് അവന്റെ ആശയങ്ങൾ 100% ശരിയാണ്, തെറ്റല്ല. അവന്റെ ആശയങ്ങളൊക്കെ സത്യമായി അവൻ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് അവർക്ക് തൗബയില്ല. കാരണം തൗബയുടെ ഒന്നാമത്തെ ഷർത്ത് തന്നെ അൽ ഇഖ്റാറു ബിദ്ദംബി, ചെയ്ത പാപം കൊണ്ട് സമ്മതിക്കണം. ഈ സമ്മതം വിദേഹത്തുകാരിൽ നിന്ന് ഉണ്ടാവുകയും. ഇത്രയും സമയം താമസിച്ചത് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കാൻ പോവുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം, ഇവർ ക്ലിപ്പ് നടത്തുന്ന ഓരോ വിഷയത്തിലും വളരെ തെറ്റിദ്ധരിപ്പിക്കലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരം ആളുകൾ ഇത്രയും കാലം മുജാഹിദുകളെ കുറിച്ച് ചോദിച്ചു, മുജാഹിദുകളെ തുടർന്ന് നിസ്കരിക്കാൻ പാടുണ്ടോ, മുജാഹിദുകൾ നിക്കാഹ് നടത്തിയാൽ സയ്യാകുമോ എന്നൊക്കെ ചോദിച്ച ആളുകളുണ്ട്. എന്നാൽ ചരിത്രമിതാ ശിക്ഷ കൊടുത്തിരിക്കുന്നു അവർക്ക്. ഇന്ന് കേരളത്തിലെ ഒരു വിഭാഗം സമസ്തയിലെ ആളുകൾ തന്നെ ചോദ്യം ചോദിക്കുന്നു, കാന്തപുരത്തെയും പേരോടിനെയും അതുപോലുള്ള ആളുകളെയും തുടർന്ന് നിസ്കരിക്കാൻ പാടുണ്ടോ? കേട്ടോളൂ നിങ്ങൾ, അതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാൻ. ഹുസൈൻ ചേരാമ്പ്ര. എന്റെ ചോദ്യം, മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വേജ തിരുകേശമെന്ന് പറഞ്ഞുകൊണ്ട് ഉടനീളം നടത്തുന്ന കാന്തപുരം എ പി ബക്കർ മുസ്ലിയാർ, അതുപോലെ സ്വപ്നജീവി, അതുപോലെ തന്നെ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി, ഇവർ ഇത്രയും തെറ്റ് ചെയ്തു എന്ന് സമസ്തക്കും പണ്ഡിതന്മാർക്കും ബോധ്യപ്പെട്ട അടിസ്ഥാനത്തിൽ ഇവരോട് തുടർന്ന് നിസ്കരിച്ചാൽ നിസ്കാരം സ്വീകാര്യമാകുമോ? ഇവർ നിക്കാഹ് ചെയ്താൽ ആ നിക്കാഹ് സ്വീകാര്യമാകുമോ? അതുപോലെ തന്നെ ഇസ്ലാമിനെ മാസപ്പിറ ഉറപ്പിച്ചാൽ അത് സ്വീകരിക്കണമോ എന്നതിനെ കുറിച്ച് കൊണ്ട് ഒരു മറുപടി ലഭിച്ചാലും. നിങ്ങളെ വിശ്വാസപ്രകാരം കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ കളവ് പറയുമോ? അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ടുന്ന കളവ് പറയുന്നത് പോലെയുണ്ട്. ഒരു ഫാസിഖിനോടും ഒരു കാദിബിനോടും തുടരാൻ പറ്റുമോ പറ്റില്ലയോ? ഷാഫി മദ്ഹബ് പറ്റില്ല എന്നാണ്. കണ്ടോ ശാഫിഈ മദ്ഹബിന്റെ ഹുക്മ പ്രകാരം ആ പണ്ഡിതന്മാരെ തുടർന്ന് നിസ്കരിക്കാൻ പാടുള്ളതല്ല. അതുപോലെ അതിലേക്ക് യോജിപ്പിച്ചുകൊണ്ട് അവർ നിക്കാഹ് കഴിച്ചു കൊടുത്താൽ സ്വീകരിക്കപ്പെടില്ല. മാത്രമല്ല അവർ മാസമുറപ്പിച്ചാൽ അതും സ്വീകരിക്കപ്പെടുന്നതല്ല. സുബ്ഹാനല്ലാഹ്, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ കറാമത്താണ് കേട്ടോ. നാളിന്ന് വരെ മുജാഹിദ് പ്രസ്ഥാനത്തിലെ പണ്ഡിതന്മാരും സാധാരണക്കാരും അവരെ തുടരാൻ പാടില്ല, അവർക്ക് കെട്ടിച്ചു കൊടുക്കാൻ പാടില്ല, അവര് കെട്ടിച്ചു കൊടുത്താൽ സയ്യാവില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്ന ആളുകൾക്ക് റബ്ബ് കൊടുക്കുന്ന ശിക്ഷയാണ് കേട്ടോ. ഇങ്ങനെ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇവരുടെ കൂട്ടത്തിലുള്ള ആളുകൾ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി എന്ന നിലക്കുള്ള വാചകങ്ങൾ വരെ ഔദ്യോഗിക സമസ്തയിലെ പണ്ഡിതന്മാര് പറയാറുമുണ്ട്. അതുകൊണ്ട് ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോടും സഹോദരിമാരോടും ഉണർത്തുകയാണ്, റബ്ബിന്റെ ദീനിന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾക്കനുസരിച്ചുകൊണ്ട് ജീവിതം നയിക്കണം കേട്ടോ. ഏതൊക്കെ തെറ്റിദ്ധരിപ്പിക്കൽ വന്നാലും അതിന്റെ ശരിയായ റൂട്ട് ഏതാണ് എന്ന് അന്വേഷിക്കണം. അതിന്റെ ശരിയേതാണ് തെറ്റേതാണെന്ന് അന്വേഷിച്ചിട്ട് അന്വേഷിച്ച് പഠിച്ചുകൊണ്ട് കാര്യം ഉൾക്കൊള്ളുകയാണ് വേണ്ടത്. അങ്ങനെയാണല്ലോ നമുക്ക് ജീവിക്കാൻ കഴിയുകയുള്ളൂ. നാളെ റബ്ബിന്റെ അടുത്ത് എത്തുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ നമ്മളോട് ജീവിതത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ
ഇവിടെ നടത്തുന്ന ഓരോ പ്രവർത്തനങ്ങളെ കുറിച്ചും റബ്ബനാ ചോദ്യം ചെയ്യുന്ന സമയത്ത് ഖൈറായത് ചെയ്യാതിരുന്നാൽ റബ്ബിന്റെ അടുത്തുനിന്ന് ശിക്ഷയല്ലേ ലഭിക്കുന്നത്? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അള്ളാഹുവിന്റെ ദീനനുസരിച്ച് ജീവിക്കുകയും മുത്തഖികളായി ജീവിക്കുകയും അങ്ങനെ മരിക്കാൻ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ അലൈക തവക്കൽനാ വഇലൈക അനബ്നാ വഇലൈക്കൽ മസീർ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.